മർക്കസ് നോളജ് സിറ്റിയിൽ വാഴമ്പുറം SYSന്റെ കീഴിൽ നടത്തപ്പെടുന്ന സഫറിലെ മുസ്ലിം ജമാഅത്തിലെ അംഗങ്ങളും SYS, SSF, ബാലവേദി അടക്കമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നോളജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. സ്വപ്നം പൂവണിയുന്ന മസ്ജിദിന്റെ പ്രകാശം പരന്നു, ലോകം പടർന്നു, പ്രഭു മുത്തുറൂഹുല്ലബീനും നടന്നു. പ്രകാശം പരന്നു, ലോകം പടർന്നു, പ്രഭു മുത്തുറൂഹുല്ലബീനും നടന്നു. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്നും പുറപ്പെടുകയും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉസ്താദിന്റെ സവിധത്തിലെത്തുകയും ചെയ്തു. പാലക്കാട് ജില്ലയിൽ നിന്നും മണ്ണാർക്കാട് താലൂക്കിൽ വാഴമ്പുറം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ തിരക്കിനിടയിലും നമ്മൾ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് നമ്മുടെ കുട്ടികൾക്ക് ദുആ ചെയ്തു കൊടുക്കാനും നമ്മുടെ മക്കൾക്ക് വേണ്ട ചില പ്രധാന നസീഹത്തുകൾ നൽകുകയും നമ്മോടൊപ്പം കുറഞ്ഞ സമയം ചെലവഴിക്കുകയും ചെയ്യാൻ ഉസ്താദ് കാണിച്ച ഈ വിശാല മനസ്കത വളരെ നന്ദിയോടുകൂടെ പ്രാർത്ഥനകളോടുകൂടെ സ്മരിക്കുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മുടെ സിയാറത്ത് ഖബൂൽ ചെയ്യുകയും അതുപോലെ നമുക്ക് വേണ്ട പ്രാർത്ഥനകൾ നടത്തുകയും ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് നമ്മുടെ സിയാറത്തിന് പങ്കുകൊണ്ട മുഅ്മിനീങ്ങൾ അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടിയും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനകളോടുകൂടെ ഉസ്താദ് ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വളരെ ആദരവപൂർവ്വം ഉസ്താദിനെ ക്ഷണിക്കുന്നു. അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അവൻ്റെ ഖബൂലുള്ള അടിയാറുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلام عليك يا سيدنا يا رسول الله. അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ജനമിരിക്കാൻ ഞാൻ കരുതി എന്നാണ് നബിയത്തിലെ ഇത്തികാഫ ഫിയാദൽ മസ്ജിദിലില്ല എന്ന അറബി വാക്കിൻ്റെ അർത്ഥം. ആ നിയത്തോടുകൂടെ ഉള്ള നമ്മുടെ ഇരുത്തം ദീനിൻ്റെ പേരിലുള്ള യാത്രയ്ക്ക് ഇടയിൽ അല്ലാഹു സ്വാലിയായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ കൂട്ടായ്മയുടെ ബർക്കത്ത് കൊണ്ട് നാളെ സ്വർഗത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ദീനീ പ്രവർത്തനങ്ങളടക്കമുള്ള സൽക്കർമ്മങ്ങളുടെ സ്വഭാവം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ദീനീ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ നമ്മുടെ പ്രവർത്തകർ, നേതാക്കൾ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഊറ്റി വളർത്തിയ മാതാപിതാക്കൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് പ്രത്യേകിച്ച് ഈ അടുത്ത് മരണപ്പെട്ട ഒരുപാട് മരണപ്പെട്ട വേങ്ങര അബ്ദുൽ ഹാജി അടക്കം, ചെമ്മാട് സിദ്ദീഖ് ഹാജി അടക്കമുള്ള ആളുകൾ ഈ മാസം നാം അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട OK ഉസ്താദ്, കൈപ്പറ്റ ഉസ്താദ്, പാർലൂർ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ അവരുടെ അകത്തിലേക്കൊക്കെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് ഒരുമിച്ച് കൂടലുകളും ഒരുപാട് യാത്രകളും
ചെയ്തവരും ചെയ്യേണ്ടവരുമായിരിക്കും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ. ഈ വന്ദന യാത്രയാണ്. ആ കൂട്ടത്തിൽ കല്യാണം, സൽക്കാരം, പഠനം, കച്ചവടം, വിദേശ ജോലികൾ, അതിനൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സൽക്കാരം, പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാൻ, മുടിയണിച്ചും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഒരു ഒരുമിച്ച് കൂടലും ഒരു കൂട്ടായ്മയും ഒരു യാത്രയുമാണ് ഇത് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഉദ്ദേശങ്ങൾ തീരെയില്ലാതെ ആത്മീയമായ ഉദ്ദേശങ്ങൾ മാത്രം വെച്ച് ഈ യാത്ര നിങ്ങൾക്ക് ആർക്കും എവിടെ നിന്നും ഒരു ഓഫറും അങ്ങോട്ടില്ല. നിങ്ങളെ പോക്കറ്റിലെ കാശ് മുടക്കി ഇവിടെ തന്നെ ഇപ്പം ഇവിടെ കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങൾക്ക് തീരുന്നത് ഇവിടുത്തെ ഉണ്ടാക്കിയ മുടക്കപ്പെട്ടും കറണ്ടിയല്ല. നിങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ദിവസം മുടരുത്, അത് നിങ്ങളെ കാശ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചിലവുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവസാനം ഇപ്പോൾ പോലെ ബസ്സിലൊക്കെ നല്ല സുഖമുണ്ട്, നല്ല പ്രായത്താണ്, ഇറങ്ങുമ്പോൾ അവർക്ക് കയ്യെടുത്തിട്ട് കണ്ണൂറ് ചൂടും, അതും നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോൾ ഈ അങ്ങോട്ടേക്കൊന്നുമില്ല. അതേ സമയത്ത് മർക്കസോ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ ഉദ്ദേശിക്കുന്ന സിയാറത്ത് കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതോ എല്ലാം ലഭിക്കുന്നതോടൊപ്പം തന്നെ പണ്ഡിതന്മാരും ദീനീപരമായ ബന്ധം, എളാപ്പം, മുത്താപ്പ, മക്കൾ, അമ്മാവൻ, അമ്മോശങ്ങളെ ആ ബന്ധമല്ല ഇതിൽ പോരാൻ കാരണം. സുന്നത്തിന്മാരത്തിലെ ബന്ധം ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ കേൾക്കാനും കഴിഞ്ഞ് വിളിക്കാനും കാരണം അങ്ങനെ തന്നെയാണ്. എല്ലാം അവരുടെ ക്ലാസ് ഞാൻ നിർത്തി വെച്ച് ക്ലാസ്സിൻ്റെ അടിയിലാണ് വന്നത്. ഞാനിവിടെ 2 ക്ലാസ് എടുത്തിട്ട് പോവുകയായിരുന്നു. എൻ്റെ 1:45 നമ്മളെ മർക്കസിൽ നിന്ന് തഹദിലിയാദിക്ക് കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 10 മണിക്ക് നമ്മളെ എച്ചീസ് മഞ്ഞപ്പറ്റാണ് സ്ഥാപനമുണ്ട്, അതിൻ്റെ അസ്വസ്ഥത നടത്തുന്നത്. അവിടെ എൻ്റെ സമാപന ചടങ്ങുകൾ പ്രസംഗിക്കൊണ്ട് ഞാൻ കൂട്ടുന്ന അവസ്ഥയിൽ കഴിഞ്ഞ 1:30 വെച്ച് നിൽക്കുന്നുണ്ട്. 4 മണിക്ക് ഇപ്പോൾ കൗൺസിലൊക്കെ നടന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുൽപ്പറ്റ റീജിയണിലെ കൗൺസിലുണ്ട്, 4 ദിവസം ആൽപ്പറ്റി. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു രോഗിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ 20 കിലോമീറ്റർ പുറത്തെത്തിയത്. ഞാൻ സത്യത്തിൽ ഇന്നലെയാണ് എൻ്റെ ഡയറിയിൽ അത് എഴുതി വെച്ചത്. എൻ്റെ കണക്ക് പ്രകാരം ഇന്നലെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ കണക്കൂട്ടി യാത്രയല്ലേ, ചിലപ്പോൾ ഷെഡ്യൂളൊക്കെ പിഴച്ചപ്പോൾ പോയിട്ടുണ്ടാവും. പിന്നെ അൽഹംദുലില്ലാ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാതെ ഇരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങി അമ്പലപ്പടിയിൽ എത്തുമ്പോഴാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത്, നിങ്ങളെന്നെ വിളിച്ചത് എല്ലാം എല്ലാറ്റിൻ്റെയും ഒരു ബന്ധം, ആത്മീയ ബന്ധം. അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചേരുമാറാണ്. അപ്പം ഞാനിപ്പോൾ മർക്കസിൽ നിന്ന് പോയി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ വീട്ടിലും അവിടെ വരുന്ന ആളുകളും എല്ലാം ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിൽ പാപ്പ, എളാപ്പ, വല്യപ്പ, അടിയൻ, അങ്ങനെ ആ ബന്ധത്തിൽ നല്ല പ്രശ്നം. ഇങ്ങനെ എല്ലാം എന്ന് പറയുമ്പോൾ ആ ബന്ധം വേണമെന്നല്ല, പക്ഷെ മരണശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന ബന്ധം കുടുംബബന്ധമല്ല, ആദർശബന്ധം. ആദർശത്തിൽ അധിഷ്ഠിതമായ കുടുംബബന്ധം, ഈമാനികമായ ബന്ധം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും അവിടെ വ്യത്യാസമില്ലാതെ വേണ്ടത് വേണ്ട. അത് വേണം ശ്രദ്ധിച്ചിട്ടുണ്ട്. മരിച്ചുപോയിട്ടുള്ളത് വേണം. അത് വേണ്ട അറിയോ, റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിനാ. അർത്ഥം കേട്ടുക. അങ്ങനെ കുത്തുബ കേൾക്കുന്നതിന് ഉറങ്ങി അല്ലെങ്കിൽ ലാസ്റ്റ് എണീക്കുമ്പോഴാണ് അത് അള്ളാഹു അങ്ങനെയാണോ അത് വേണം. എത്ര എല്ലാത്തിനാണെങ്കിലും കുത്തുബ കേൾക്കുമ്പോൾ അങ്ങനെ ഉറങ്ങും. ചില ആൾക്കാർ പറയുന്നത് അറബിയായിട്ട് തിരിയിട്ട എന്നാൽ പിന്നെ പരിഭാഷയുടെ അടുത്ത് വേദാട്ട പറഞ്ഞാൽ കേട്ടെ, വേദക്കാരെ മണിക്കൂർ വേദാട്ട അപ്പോൾ സമ്മതിച്ചു തുടങ്ങും. ഓക്കെ, ഇങ്ങനെയുള്ളത്. എന്നാലും നല്ലോണം രാത്രി താഴ്ചത് കൂടി ഞാൻ ഉറങ്ങിയാണെങ്കിൽ എപ്പിസ്ഥാനം പോയിട്ടുള്ള ദുർഗാശാഖ്യത്ത് കൊടുക്കണം. 2 മണി 1.5 മണിക്കൂർ ഉറങ്ങിയിട്ട് താഴ്ച നീച്ചിട്ട് അങ്ങനത്തെ അല്ല ഉറങ്ങുന്നത്. ഈ ഉറങ്ങിയ ആൾക്കാരാണ് ക്ഷീണം മാറ്റാൻ പിന്നെ ഉറങ്ങുക. അവിടെയാണ് വിഷയം. അവരാണ് ഈ വേദ പിന്നെ കേൾക്കുമ്പോൾ ഉറങ്ങുന്നത്. അപ്പം ഏതാവട്ടെ അള്ളാഹുത്തെ വിവാദത്തിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറക്കച്ചെറുപ്പം തരാതിരിക്കട്ടെ. അപ്പം ചുരുക്കത്തിൽ ആ കുത്തുകളുടെ ദുആ, ആ ദുആന്റെ ആവശ്യമുള്ളത് ഇങ്ങനെയാണ്: റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് ഇത് പുറത്തുകൊണ്ടാം, വലിഇഖ്വാനിനാ, ഞങ്ങളുടെ സഹോദരന്മാർക്കും. ഏത് സഹോദരന്മാർ? എൻ്റെ വാപ്പാക്കും ഉമ്മാക്കുണ്ടായ ആ സഹോദരൻ ആ അർത്ഥത്തിലല്ല.
അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് ആദർശ രംഗത്ത് വിശ്വാസ രംഗത്ത് മുൻ കഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർ. അപ്പോൾ നമ്മളെ തൊട്ട് മുമ്പ് കഴിഞ്ഞ വിശ്വാസ രംഗത്തെ ജേഷ്ഠ സഹോദരൻ തുടങ്ങി മുത്തു മുസ്തഫ മുഹമ്മദ് റസൂൽ വരെയുള്ള എല്ലാവരും കൂടെ ആ ദുആ നമുക്കും നമ്മളത് കിട്ടണം, എത്തിച്ചേരുമാറാവട്ടെ. അതിനുള്ള വഴികൾക്ക് വേണ്ടി ഇരിക്കണമൊക്കെ. അതായത് എനിക്കെൻ്റെ ഞാൻ മാത്രം മതി, എൻ്റെ ഈ ഭാഗത്ത് മതി, മറ്റൊന്നും വിഷയമല്ല എന്ന ഒരു സ്വന്തം ഒരു ചിന്താഗതി, ഒരു സെൽഫ് ചിന്താഗതി ചില ആൾക്കാർക്ക് ഉണ്ടാവും, സുന്നികൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജനിക്കാനുള്ളിടത്തും മരിച്ചാലും മരിച്ചു കഴിഞ്ഞാലും മയ്യത്ത് കൊണ്ട് പോകാതെ, മറയിതാലും കബറങ്ങൾ വിടാതെ, പിന്നെ മരിച്ച പരീക്ഷകൾ, പിന്നെ നിൽക്കുന്നത്, പിന്നെ 7-40 വീഴുന്നത്, അങ്ങനെ കൂടുന്നത് നമ്മുടെ ആ ഒരു സൗഹാർദ്ദം, ഒരു മനുഷ്യത്വം. മരിച്ചാൽ അതോടുകൂടെ കഴിയൂല, പിന്നെയും പോകണം എന്ന വിശ്വാസം, അത് പഠിപ്പിക്കാനാണ് ഖുർആൻ ഈ ദുആ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഒന്ന് അപ്പുന സെപ്പറേറ്റ് കാര്യം, എനിക്ക് ഞാൻ മാത്രം എൻ്റെ കാര്യത്തിൽ കുടുംബം എന്ന ചിന്താഗതി ഇസ്ലാമിൽ ഇല്ല. അതേ സമയത്ത് കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവണം, മറ്റുള്ളവർക്കും കൂടെ എന്നെപ്പോഴാകണം എന്ന ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് റബ്ബന ഗഫിർ ലീ എന്നല്ല ദുആ, എനിക്ക് പുറത്തുണ്ടാകുന്നല്ല, റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്കൊക്കെ ഇത് പുറത്തുണ്ടാകും. ഞങ്ങൾക്ക് യാത്രകൾ ചെയ്തതുപോലെ ഇതിലുള്ള ആൾക്കാർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണണം. അപ്പോഴാണ് അതങ്ങനെ എത്തിച്ചേരുമാറാവട്ടെ. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഏത് രസമുള്ള ഫുഡാണെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കണതും 2-3 നാൾ കൂടി കഴിക്കണതും ഒരു മാറ്റമല്ലേ. ഇനി ഒരു രസമില്ലാത്ത ചോദിക്കും, ഒരു കഞ്ഞി ചമ്മന്തിയാണ്, എന്നാൽ 4 ആളുകൾ കൂടിയിട്ട് മുക്കിപ്പാന്ന് കഴിക്കുമ്പോൾ അത് രസമല്ലേ. ഉണ്ടാവണം, മനുഷ്യന്മാർക്ക് രസമുണ്ടാവും. ആ രീതിയിൽ എന്ത് ചെയ്യണം, മനുഷ്യന്മാർക്ക് പോകണം. അത് ഭൗതിക സയൻസും അങ്ങനെ തന്നെ പറയണത്. ദ മാൻ ഈസ് എ സോഷ്യൽ എലിമെന്റ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ആ സോഷ്യൽ മാറ്റി വെച്ച ബാക്കി മുഴുവൻ എനിവരാം. അതെന്താണ് വിജനേഷൻ തിരിയേണ്ട അർത്ഥം. അപ്പോൾ അതായത് ചുരുക്കത്തിൽ കൂട്ടായ്മ ഇസ്ലാം പറയുന്നത് റബ്ബന ഗഫിർ ലീ എന്നല്ല, ഗഫിർ ലനാ, ഞങ്ങൾക്കൊക്കെ ഈ പൊറുത്തിരണം. വലിയ ഇഖ്വാനിന, ഞങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ പോലെ പഠിച്ചോനെ, ഞങ്ങളിപ്പോൾ ചോദിക്കാൻ അവിടെ ഉണ്ട്. ഈ ചോദിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞ് കബർ കിടക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവരുടെ കാര്യം ഞങ്ങൾ നോക്കണ്ടേ. വലിയ ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണമൊക്കെ. എന്നിട്ട് ഒരു ക്വാളിഫിക്കേഷൻ പറയണം, യോഗ്യത പറയണം. അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസ രംഗത്ത് ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾ. അപ്പൊ 3-4 കാര്യങ്ങൾ ഈ ഖുത്ബയുടെ ദുആയിലുണ്ട്. ഒന്ന്, ഒറ്റക്ക് പോരാ, കൂട്ടായ്മ വേണം. ഏത് കാര്യത്തിൽ കൂട്ടായ്മക്ക് വലിയ പദവി ഇസ്ലാം കൊടുക്കണം, വലിയ സ്ഥാനം കൊടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒറ്റക്ക് ഒരാൾ ഇശാ നിസ്കരിച്ചു, ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, 4 ആൾ കൂടിയിട്ട്. ഏതാ കൂലി തോന്നെ? ജമാഅത്തിനല്ലേ. ഒറ്റക്ക് നിസ്കരിച്ചാൽ സത്യത്തിൽ അധ്വാനം കൂടുതലാണ്, കൂലി കുറവാണ്. ശ്രദ്ധിച്ചു നിങ്ങൾ? ഒറ്റക്ക് നിസ്കരിച്ചാൽ ബാങ്ക് ഓൻ കൊടുക്കണം, ഇഖാമത്ത് ഓൻ കൊടുക്കണം, ഉറക്ക ഓൻ ഓതണം, സൂറത്ത് ഓൻ ഓതണം. എന്താ കിട്ടുന്ന മാർഗത്തിലെ 1. അതേ സമയത്ത് ജമാഅത്തായാൽ ബാങ്ക് കാമത്തും എല്ലാവർക്കും ഉറക്കോത് ഇമാമും നടത്തും, കേൾക്കും ആമീന്ന് പറഞ്ഞാൽ പിന്നെ സൂറത്ത് ഏതാന്ന് ചിന്തിക്കും കൂടി വേണം. ഇവിടെ ഫാത്തിഹ ഓതാം, മൂപ്പരങ്ങനെ അന്നത്തെ ഓതിട്ട് അവളങ്ങനെ കൂടി കൊടുത്ത് മൂപ്പരെ കൂടെ അങ്ങനെ കൂടിയാൽ മാർക്കത്തിലെ 27. അപ്പം അതിനെ ചാൻസ് കൊണ്ട് നോക്കുക നിങ്ങൾ. വേണ്ട 27 ഉറുപ്പ്യ വരെയുള്ള കുർബാനി 1 ഉറുപ്പ്യത്തെ ശേഷം കൂടി കിട്ടുന്നത് കേട്ടാൽ പണി ഒഴിവാക്കി പോലുള്ളതാണ്. അതന്നെ ജമാഅത്ത്. അതായത് 27 മാർക്കാണ് ജമാഅത്ത്. 1 മാർക്കാണ് ഒറ്റയ്ക്ക് വെച്ചാൽ. അതെന്താ എൻ്റെ കാരണം? എന്താ കാരണം നിങ്ങൾ? അത് ഇസ്ലാം ഒരു ഐക്യരൂപം പഠിപ്പിക്കുന്നുണ്ട്, ഒരു പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചിപ്പത്തിന് അപ്പോൾ അതൊക്കെ ഞാൻ നിൽക്കച്ചു പഠിച്ചിട്ട് അടുത്ത് നടത്താൻ പരപ്പതിനായിട്ട് ഈ സംഘടന മെമ്പർഷിപ്പ് കൊണ്ട് നടന്നപ്പോൾ ഒരാളുകൾ പറഞ്ഞ് എത്ര മൂല്യരത്, അതായത് എത്ര മൂല്യരത്, ഇതൊക്കെ മാണപ്പാർക്ക് സ്വർഗത്തിക്കാണ് പോകണമെങ്കിൽ നമ്മൾ ഈ കാലത്ത് സ്വർഗത്തിൽ ചോദിച്ചില്ലാന്ന്. പക്ഷെ ഇതിന് അടിസ്ഥാനം വെറും ജമാഅത്താണ്. അതായത് അള്ളാഹുവിൻ്റെ വോട്ട് കിട്ടിയത് മുത്തനബി പറയുള്ളത്. ആ മുത്തനബി എപ്പോഴും പറഞ്ഞ 2 കാര്യം, യദുല്ലാഹി അലൽ ജമാഅ, യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും റഹ്മത്തും
എപ്പോഴും കൂട്ടായ്മയുടെ പേരിലാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കല്ല, കൂട്ടത്തിൽ നിൽക്കുന്നവർക്കാണ് കിട്ടുക. കൂട്ടം തെറ്റി ഒറ്റക്ക് പോയാൽ ചിലപ്പോൾ അങ്ങനെ പോയിട്ട് നരകത്ത് കിട്ടും. അല്ല കാത്തിരക്ഷിക്കട്ടെ. കൂട്ടായ്മക്ക് വലിയ പദവി ഇസ്ലാം കൊടുത്തു. എത്രത്തോളം ചോദിച്ചാൽ കൂട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു നേതാവ്, ബാക്കി അനുയായികൾ, അതാണ് കൂട്ടായ്മ, അതാണ് പട്ടാളച്ചിട്ട. അയാൾ എന്തു ചെയ്യുന്നോ അത് പുറകിലാൾ ചെയ്യും. അയാൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ യാത്രയിൽ ഒരു അമീർ ഉണ്ടാവും. ആ അമീർ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടിച്ചാൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലെ കുറച്ചാൽ പോയിക്കോട്ടെ എന്ന് വേറെ പറയാൻ പാടില്ല. അങ്ങനെ അമീറുമായിട്ടാണ് മുഷാവറ ഉണ്ടാകുമ്പോൾ ഓക്കെ. പിന്നെ അങ്ങനെ വരുമ്പോഴേ നമ്മൾ എല്ലാ കാര്യങ്ങളും വിജയിക്കും. അത് ഫാറൂഖ് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാം വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ. അതായത് ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, കൂട്ടായ്മ, സംഘടിതം, സംഘടന, അതില്ലാത്ത ഇസ്ലാം ഇല്ല. പറയാം ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ. ഒരു നേതാവ്, അമീർ അറബി പറയും, നമ്മൾ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. ഏതായിരുന്നാലും ആ ഒരു നേതൃത്വം, ആ നേതൃത്വം ഇല്ലാതെ ഒരിക്കലും ഒരു ജമാഅത്ത് ഉണ്ടാവും. ഒരു കൂട്ടാണ് വരണമെങ്കിൽ നേതാവ് വേണം. വല ഇമാറത്ത ഇല്ലാ ബിൽ ഇത്താഅ. അമീർ നേതാവ് എന്ന് പറയണമെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് അനുയായികൾ ഉണ്ടാവും. അനുയായികളില്ലാതെ എങ്ങനെ നേതാവ് ഉണ്ടാകുക? അനുയായികളില്ലാതെ നേതാവ് ഉണ്ടാവില്ല. അത് വയനാട് തന്നെ വരും. വയനാട് പറഞ്ഞാലുണ്ടോ അതാണ് ഭൂമിയിൽ ഉണ്ടോ? ഇല്ല, വയനാട് ഇല്ല. ഇവിടെ ഇങ്ങനെ പറയും വയനാട് വയനാട്. അതില്ലാന്ന് നിങ്ങൾക്ക് തിരിയാണെങ്കിൽ ഇങ്ങനെ ബസ് പോയാൽ തിരിയില്ല, ലൈൻ ബസ്സിൽ പോകണം. നിങ്ങൾ കോഴിക്കോട് KSRTC ചെന്നിട്ട് കുറച്ച് കയറുമ്പോൾ കണ്ടക്ട് വരും. കണ്ടക്ട് വെച്ച് കൊടുക്കുക ടിക്കറ്റ്. വയനാട്ടിൽ കയറാം. വയനാട് സാറേ സ്ഥലം പറയും. വയനാട് തന്നെ ഒരുമാതിരി ആക്രത സ്ഥലം പറ. ടിക്കറ്റ് മുറിച്ചു കൊടുക്കണമെങ്കിൽ സ്ഥലം പറയണ്ടേ? വയനാട് തന്നെ. കണ്ടക്ട് ചൂടോ? കൽപ്പറ്റ, ഓക്കെ. മാനന്തവാടി, ഓക്കെ. എല്ലാവർക്കും പള്ളിക്ക്, ഓക്കെ. അപ്പൊ സ്ഥലം കൊടുത്ത പറ്റി. അതെന്താ സ്ഥലം? വയനാടില്ല. ഇതെല്ലാം കൂടെ കൂടിയാണ് വയനാട്. അവിടെ വിഷയം ഒരു ഭാഷ ഉണ്ട്. ഉല്ലീന്റെ വജൂദ് അഫ്രാദിന്റെ തരത്തിലാണ് അങ്ങനെ വെച്ചത്. അങ്ങനെ മനുഷ്യൻ എന്നുള്ള സാധനം ഉണ്ടോ? എവിടെയുണ്ട്? മനുഷ്യനെ കാണിച്ചു പിന്നെ 10 മില്യത്തിനൊക്കെ കാണിച്ചു തരാം. പുസ്തകം ഓരോരുത്തരും കാണിച്ചു തരാം. അങ്ങനെ ഓരോരുത്തരോടെ ഓരോ മനുഷ്യൻ, അല്ലാതെ ഒറ്റൊക്കെ മനുഷ്യണ്ടാവും. ഇതേപോലെ വയനാട് കയറാം, അങ്ങനെ സ്ഥലമില്ല. ബാക്കി കണ്ടു, ബാക്കി ചിന്തിക്കുമ്പോൾ അത് പഠനമായിക്കോട്ടെ. നിങ്ങൾ ബസ് പോകുമ്പോൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ മറ്റ് ജില്ലകളൊക്കെ എടുത്തു നോക്കാം. മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, ഒക്കെ എടുത്തു നോക്കിയാൽ അതിൻ്റെ സ്ഥലം. ഇവിടെ വാഴയാമ്പുറം സ്ഥലമുണ്ട് അല്ലേ? അതിനപ്പുറത്ത് കൊമ്പറാറ സ്ഥലം തൊട്ടടുത്തല്ലേ? യൂട്യൂബ് വെച്ചിട്ടുണ്ടാവില്ല. നമ്മളെ അടുത്ത് പോയിക്കാണ്ട് കീശയിൽ തക്കാളി വന്നു കോഴിക്കോടൊക്കെ പറഞ്ഞപ്പം പുതിയ കോഴ്സൊക്കെ വലിയ സമയമാണ്. അങ്ങനെ കാറും ഫോണും വരുന്നു, സ്വീകരണമൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാലത്ത് ചെരുപ്പനെ പോയത് കിട്ടൂലെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇത്ര ചെരുപ്പ് വാങ്ങിക്കണേ നിങ്ങൾ പിന്നെ കാണാം ബസ് കയറുന്ന ചെരുപ്പ് കൂടുതൽ കേട്ടോ. ഇപ്പൊ നമ്മളൊക്കെ നല്ലോണം കുറേ സാധനം കൊണ്ടാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയ തിന്നാലും കിട്ടില്ല, കുടിച്ചാലും ഇല്ല, ഒപ്പം പോയവർക്കും കൂടി നമുക്ക് അവസ്ഥ. ആ രീതിയിൽ അൽഹംദുലില്ലാഹ് അതൊക്കെ കഴിഞ്ഞു. അല്ലാഹുതആല കാലത്ത് എല്ലാം ത്യാഗം സഹിച്ചാലാണ് അന്നോട് ഉസ്താദ് അവരത്തെ തങ്ങൾ ഇവർക്കൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുതആല കബറിലെല്ലാം സന്തോഷം കൊടുക്കട്ടെ. ഉസ്താദ് ആടിന്റെ മാസമാണ്. ഉസ്താദ് അതും ആസ്വദിച്ചു, ഇതും ആസ്വദിച്ചു. ഈ ഉസ്താദ് അതും സഹിച്ചു, ഇതും ആസ്വദിച്ചു. നമ്മളൊക്കെ കൈപ്പെട്ടതാണ്. അല്ലാഹുതആല സ്വർഗ്ഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി തരും. പിന്നെ മണിക്കൂറുകളാണ് പോകുന്നത്. പറഞ്ഞാൽ ഞാനും അറിയില്ല, നിങ്ങളും അറിയില്ല. വയകത്തെ പറഞ്ഞാൽ ഇരിക്കട്ടെ. ഞാൻ പുറത്തോട്ട് വന്നത് നിങ്ങൾ, അതായത് ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോൾ അത് ശരിക്കും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വേണം? ഒരു നേതാവും അനുയായിയും വേണം. ഇല്ലെങ്കിൽ വയനാട് എന്ന് പറഞ്ഞ പോലെയാവും, ഒരു പിടുത്താക്കും കിട്ടില്ല. ഇത് ഇസ്ലാം അങ്ങനത്തെ പറയും. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ജമാഅത്ത് നിസ്കാരത്തിന് അത്ര വലിയ കൂലി കൊടുത്തത്. 1 2 ആഴ്ചയിൽ ഒരു ജുമാണ്. എന്താണ് ജുമാന്റെ ആവശ്യം? പഠിപ്പിക്കോട്ടെ, ഇടങ്ങേറാക്കണോ? ആ ഒരു പ്രദേശം, ആ പ്രദേശത്ത് എല്ലാവരും വേണ്ട, രംഗത്തിറങ്ങാൻ പറ്റിയ ആളുകളാണ്. പെണ്ണുങ്ങളെ അടുക്കളയിൽ പറ്റുന്നവർക്ക് ഉണ്ടാകുക. മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ഓർഡർ കൊടുക്കണ്ട. അപ്പൊ പിന്നെ പറ്റ കുട്ടി
കുട്ടികൾ കാരണം ഒരു പത്രമായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള ആളുകൾ ഒരു പ്രദേശത്തുണ്ടോ അവർ ഒരുമിച്ച് കൂടി ഒരു നേതാവിൻ്റെ കീഴിൽ ചില കർമ്മങ്ങളൊക്കെ നടത്തിപ്പിക്കുക നിർബന്ധമാണ് അല്ലേ? ആഴ്ച നിർബന്ധമാണ്. അത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റൂല. എന്നാൽ പല സ്ഥലത്ത് പോയിക്കോട്ടെ. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അങ്ങനെ ഒരു ജുമാഅത്തിന്റെ കീഴിൽ കുറേ ജുമാ ഇപ്പം എല്ലാവരും അംഗീകരിച്ചു. മുമ്പ് നമ്മൾ ആവശ്യത്തിന് നടത്തിയപ്പോൾ ജുമാ കിട്ടിയിട്ട് കടത്താലും കെടുത്തി. ഇപ്പം എല്ലാവരും പറഞ്ഞു മറ്റൊരു തീരുമാനത്തിക്കോട്ടെ നിർത്തേണ്ട ആൾ അങ്ങനെ തന്നെ വേണ്ടത്. അപ്പം ആ രീതിയിൽ ജുമാ നടത്തുക. എന്താണത്? ഒരു നേതാവ്, അവിടെ കുറച്ച് അധികാരികൾ, അത് കൂട്ടായി രൂപപ്പെട്ടിട്ട് വരണം. അങ്ങനെ മരിച്ചു കൊടുത്ത് ഒക്കെ നോക്കോട്ടെ. ഇസ്ലാം ആ രീതിയിലാണ്. എത്രത്തോളം യാത്ര പോകുമ്പോൾ അടക്കം റസൂൽ പറഞ്ഞ അറാക്കിം ചെയ്താലും റാക്കിബാൻ ചെയ്താലും ഒരാളിനും ആവശ്യമില്ല. ചിത്രം പരിചയമുള്ളതാണ്. ഞാനാണ് പോകും, എൻ്റെ അടുത്ത് പൈസയുണ്ട്, വണ്ടിയുണ്ട്, ഒറ്റയ്ക്ക്. ഇത് ചെയ്താനാണ് സുഖമായി. എത്ര വലിയ ആചാര്യം, എത്ര വലിയ പൈസക്കാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. എന്നാൽ പിന്നെ ഒരാൾ കൂടി കമ്പനിക്കാർ കൂട്ടാം, ഞാനിൻ്റെ ഡ്രൈവറും മതിയോ? ഇല്ലല്ല. റസൂൽ പറഞ്ഞു റാക്കിബാൻ ചെയ്താനാനി രണ്ടാളോട് ഒത്താൽ അന്ന് റസൂലത്തന്നെ അഭിജയം ഓർത്തോ? അതൊന്നും പറ്റൂല. അത് പറ്റൂല. അവരുടെ നേതാവായി ഉണ്ടാകൂല. റസൂൽ പഠിപ്പിക്കുകയാണ് മൂന്നാള്. അതാണ് സംഘം. അതാണ് സംഘം. നമ്മൾക്ക് നാട്ടുപോകുന്നവർക്ക് എവിടെയൊക്കെ മൂന്നാൾ പോകണം കൂടി പോയിട്ട് അങ്ങനെ കുറേ വെള്ളാത്തന്നെ വിളിച്ചു. മൂന്നാൾ പോകണം കൂടി പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ പിരിച്ചു കൊടുക്കണ മാതിരി ഒന്നാൾ ഭക്ഷണം കഴിക്കാൻ 2-3 അബദ്ധങ്ങൾ ചെയ്യരുത്. ഒന്ന് ഭക്ഷണം ഇങ്ങനെ കൊടുത്ത് അപ്പ ഫെയർ ബിക്കോസ് ഞാൻ നല്ലോണം നിൽക്കുക. ഒന്ന് അന്തരീക്ഷത്തിലുള്ള പൊടി പാടൊക്കെ ഈ ചാറ്റിൽ ചോദിച്ചോ. 2 ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് അധികം ചൂട് ആറരുത്. മറ്റേ ഇപ്പം നിൽക്കാൻ പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന സാധനം ഉണ്ടോ? അത് ചൂടാറി വെക്കണം. ഇവിടെ കളഞ്ഞപ്പോൾ ചൂടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഒരു മിനിമം ചൂട് വേണം. എന്ത് ചെയ്യും? അത് ചൂടാവും ചെയ്യും. പിന്നെ രണ്ടാമത് വരുന്ന ആൾക്കാർ ബിരിയാണി പോലത്തെ തീരെ പറ്റില്ല. ഇറച്ചി കുറച്ച് നെയ്യുള്ള ജാതിയാണെങ്കിലോ ഒട്ടി കൊടുത്തിട്ട് അതുകൊണ്ട് കൊടുത്തുവെച്ചാൽ പിന്നെ ഫാൻ എടുത്ത് പോകും. പിന്നെ തിന്നുന്ന വിഷയം ചൂടാകുമ്പോൾ അപ്പമാണ് കിട്ടുക. അതിൻ്റെ കഴിഞ്ഞ വിഷയം അല്ലാതെ ഞാനത് പറയും. 2 കൊണ്ടെന്ന് വെച്ചാൽ ആദ്യം വേണമെങ്കിൽ എന്തൊക്കെ ഹിർമത്ത് എടുക്കാനോ നമ്മൾ പരിഗണിച്ചു സന്തോഷത്തിനോ ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് ഓൻ ഇടങ്ങാറാക്കലാണ്. 2 നിങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാവും, അപ്പുറത്ത് വെറുംചോറും അല്ലെങ്കിൽ എന്തെങ്കിലും പോത്തുന്നതിലൊക്കെ ഉണ്ടാവും. അതേസമയം ഇവൻ ആവശ്യമുള്ളത് വെറുംചോറിനേക്കാൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി പോയൊക്കെ അപ്പുറത്തുണ്ട്. ഒരു വെറുംചോറ് തന്നെ മാത്രം ചെറിയ പൊരിച്ചു നോക്കണം. എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് കമ്മ്യൂണിറ്റി ബിരിയാണി എന്നാൽ. പിന്നെ ചിലർക്കൊക്കെ കിട്ടുമ്പം തൊടുത്ത് പോകാനും അതൊക്കെ കഴിച്ച് 8 വർഗത്തിന് ഒത്തു കൊടുത്ത് വേറാണ് കളിയാണ്. 2 അമിതമായി ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല. അതെങ്ങനെ പറഞ്ഞു നമ്മൾ 3 കഴിക്കാവുന്ന നമ്മൾ മനസ്സിലാക്കിയ ചെറുപ്പക്കാർക്ക് വെച്ചതിൻ്റെ 3 അങ്ങനെയല്ല, നമ്മുടെ വയറിൻ്റെ 3 പറഞ്ഞത്. അപ്പൊ അതിൻ്റെ 3 എനിക്കല്ല അറിയാം. അപ്പൊ ദയവ് ചെയ്തിട്ട് കഴിച്ചൊക്കെ കുടിച്ചിട്ട് നടക്കണം. അങ്ങനെ കട്ടൻ ചായ തക്കരച്ച് പോയിട്ട് ഒരു അരിഷ്ടം കൊടുക്കണമായിട്ട് കുറിച്ചുകളി കട്ടാൻ തക്കരിച്ചോണ്ട്. അപ്പൊ അത് ദയവ് ചെയ്തു നമ്മുടെ യാത്രയിൽ ഒരു ഉപകാരം കൂടിയാട്ടെ ഞാൻ പറയുകയാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വിഷയം മാറിപ്പോവാണ്. അപ്പൊ ചുരുക്കത്തില് ഇതേപോലെയാണ് ഇവിടെ നിന്ന് 3 ആൾ പോയാൽ പോലും 3 ആളെ പോകേണ്ടത്. എന്താ കാരണം? ഒരു ഇമാമും 2 ഒരു നേതാവും 2 അനുയായി. ഇങ്ങനെ നേതാക്കന്മാരും അനുയായികളും അതുണ്ടാകുമ്പോഴാണ് പരിശുദ്ധമായ ഇസ്ലാം പൂർത്തിയാക്കുക. അതുകൊണ്ടാണ് ഈസാ നബി ഇസ്ലാം വന്നപ്പോൾ ചോദിച്ചവൻ അൻസാരി നബിയെ ഒറ്റക്ക് പോലെ അപ്പതികൾ മൂസാ നബി പോയി ഒപ്പം കുറച്ച് പരീക്ഷ മുത്ത് റസൂലുള്ളാഹി ആ നബിതങ്ങൾ അടക്കം പറഞ്ഞപ്പോൾ فعليكم بسنتي وسنة الخلفاء الراشدين ما أنا عليه وأصحابي واتقوا الله ഞാനും എൻ്റെ സ്വഭാവം അന്നും പറഞ്ഞു യുദ്ധമില്ലാതെ റസൂല അള്ളാഹ്ക്ക് വഴിപ്പെട്ടാന്ന് പറഞ്ഞാൽ മതി. റസൂല മുത്തലബിക്കും നേതാവും തീർന്നിട്ടില്ല. ഒരു കൂട്ടാൾക്കാരാണ് ഇതാ നമ്മൾ ഒരു കൂട്ടത്തോടൊപ്പം ഇങ്ങനെ
കൂട്ടം 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 ഇതാണ് നമുക്ക്. അതുകൊണ്ട് 5 നിൽച്ചാൽ നമ്മൾ കൂട്ടായിട്ട് വരാം. അത് പറ്റാത്ത ചില ആൾക്കാർ ചില പ്രതിസാപ്പിക്കാൻ പറയാം പോകുമ്പോഴൊക്കെ തോളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അവിടെ എത്തിയപ്പിന് അപ്പിളാവില്ല. അവനാൻ്റെ കൈ അവനതിന് കൊടുക്കുക, പിന്നെ ചീത്ത ലഭിക്കുക. ഇതുപോലുള്ള ചില കൂട്ടർ വഹാബി ഓടിച്ചിട്ടൊന്നും പറഞ്ഞ് ഞാൻ തൊള്ളാൻ സാധ്യത. ആ ജാതി ചില ആൾക്കാർ മരിച്ച അവിടുത്തെ ഓൻ്റെ പാപ്പ മരിച്ചെടുത്ത് നമ്മൾ വരണം. ഓക്കാണ് പറഞ്ഞ് കുത്തിമാരി ഇപ്പത്ത് നമ്മളെ തന്നെ കൊണ്ടുപോയാൽ അതിനൊരു ആമി പറഞ്ഞാൽ മതി. കൂട്ടായ്മ വേണ്ട. ഞാൻ കുറിച്ച് പറഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആരാണ് മക്കൾക്കൊക്കെ സ്വത്ത് കൊടുത്താൽ അതാണ് പോയി കിട്ടുന്നുള്ളതല്ലാതെ അവിടെയാണ്. അവിടെയും നമുക്ക് മരിച്ചാൽ വരെ കിട്ടണമെങ്കിൽ ഈ കൂട്ടാൻ പന്തലാകുകയും എത്രമാനം മരിച്ചാൾക്കാരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സ്വലാത്തുണ്ടായി. ആ സ്വലാത്തിൽ ഉത്തരവാദിത്തം 9 വന്നിട്ട് ഒരു ലക്ഷം ഫാത്തിഹ പ്രഖ്യാപിച്ചു. ഇവിടെ വന്ന എണ്ണം ബന്ധുക്കൾ വേർക്കം നോക്കുമ്പോൾ 12 ലക്ഷത്തി ചില്ലാണ് ഫാത്തിഹ. അല്ലാഹു കബൂലാക്കട്ടെ. മാത്രം അത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഇവിടെ മാസാന്തം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു പോയ വീടാണ് ഈ മാസം ഒപ്പാത്ത ആൾക്കാർ. ഇതുപോലെ ഈ നേരത്തെ മേഖല ചിന്തിക്കാൻ ഉമറാക്കന്മാരും നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാരും ഒക്കെ ആഗ്രഹിക്കുക. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിൽക്കട്ടെ. ആലോചിക്കണം എത്ര മെമ്പർഷിപ്പ് ചോദിച്ചാൽ എന്താ സംഘടന എന്താ സ്ഥാപനം ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് വെച്ചു പോകാം. വെച്ച കപ്പറിൽ അങ്ങനെ ആണെങ്കിൽ കടക്കാം. ആരും ചെല്ലും ചെയ്യൂല. ധ്യാനത്തിന് മക്കൾ വന്നെങ്കിലായി. അത് മൂല്യന്മാരും നല്ല ബോധമുള്ള ഇപ്പോഴത്തെ ചുറ്റുപാട് ബോധം ഉണ്ടാകുന്ന സംഘടന വേണം. മിക്കവാറും നോക്കുമ്പോൾ ഈ പുല്ലും വെള്ളമൊക്കെയുള്ള ജാതി സംഘടനയിലാത്തോ പുല്ലും വെള്ളം മനസ്സിലായില്ലേ? ഇവിടെ പ്രത്യേക പുല്ലൊക്കെ ഉണ്ട്. ബന്ധു കൊടുത്തിട്ട് അങ്ങനത്തെല്ല ഉണ്ടെങ്കിലും ഇല്ല. സമയത്ത് ചില സ്ഥലത്തൊക്കെ ഒരു ഫോട്ടോ സാക്ഷാത്താണ് കൊടുക്കണമെങ്കിൽ പുല്ല് കണ്ടു കൊടുക്കണം. പിന്നെ വൈകുന്നേരം ഉറങ്ങണമെങ്കിൽ 2 ounce വെള്ളം കുടിച്ചു വേണം. ഇങ്ങനെയാണ്. അതൊക്കെ ഈ പുല്ലും വെള്ളം ഉള്ള ഏറ്റവും എടുത്തു വെക്കൊണ്ടെങ്കിൽ അത് മുഴുവനും സംഘടനയായിട്ട് ബന്ധമില്ലാത്തവരാണ്. സംഘടന അങ്ങനത്തെ ഉണ്ടാവില്ല. എന്തെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാനും പറ്റില്ല. നമ്മൾ കൊടുക്കൂല. അങ്ങനെയല്ലുള്ളത്. അത് കല്യാണം വരുമ്പോഴാണ് രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആ തരം മക്കൾ മരിച്ചാൽ നമ്മളെ കബറിമ്പുറത്തേക്ക് മറിയത് പോകുന്നതിന് ശേഷം മൂല്യർക്കൊക്കെ കബറിന്റെ കായ് കൊടുത്തേക്ക് വെച്ചിട്ട് അവർ കടപ്പാത്തി പോയി ആദ്യം കണ്ടു കൂടുതലിന്റെ പൈസ കടപ്പാത്തിയൊക്കെ അപ്പൊ ആ ജാതി ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ അതേ സമയത്ത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോഴോ ഒന്ന് അഷറഫിന്റെ വാപ്പിയെ മരിച്ച് ഓനാരാ മുസ്ലിമായത്തിൽ സെക്രട്ടറിയാണ്. മറ്റേ അധ്യയനാണ് മറ്റേ കാതറില്ലേ ഓൻ്റെ അമ്മായിമ മരിച്ചിട്ടുണ്ടോ കാതർ ഓൺ ബേസിന്റെ സർക്കിൾ പ്രസിഡന്റ് അള്ളാ അങ്ങനെ. അപ്പൊ മരിച്ചാൽ തന്നെ ആളുകൾ കൂടാണ്. ഒരു മയ്യത്ത് കടത്തി മറയുമ്പോഴൊക്കെ എത്ര യാസിയും അഡ്വൻസ് ആയിട്ട് അവിടെ എത്തി. നമ്മൾ കരിപ്പൂരത്തിൽ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങാണ് ലഗേജ് ആദ്യം കൂടെ ഉണ്ടേ എല്ലാ ദിക്കാളും അതിന് നിൽക്കുന്നുണ്ട്. ട്രോളിയൊക്കെ വെച്ചില്ല ഒക്കെ കഴിഞ്ഞപ്പോൾ എന്ത് കൊടുക്കണ് ലഗേജ് ആൾക്കാരെ കൊണ്ടിരുന്നില്ലല്ലോ. ജായിച്ചൊക്കെ ലഗേജ് ഇട്ട ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടേ. ഉണ്ടാക്കി വെക്കണ പന്തായി പറഞ്ഞത് മരിച്ച കബർക്ക് എത്തുമ്പോഴേക്കും ഒരു പോവാളി ആശീലായി. ആ വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മൾ മരിച്ച് കബർ കിടക്കുന്ന 4ാമത്തെ ദിവസം അത് കിടക്കണമെങ്കിൽ ഇങ്ങനെ എന്തിപ്പത് തൊറപ്പള്ളിക്ക് നമ്മൾ എത്തിക്കാരുന്ന നിങ്ങൾ അത് വാട്സപ്പ് കൂടെ നമ്മുടെ സംഘടനാ ചാനൽ വിട്ടതാണ്. ആഹ്വാനം ചെയ്തതാണ്. അപ്പൊ സ്വരാജ് ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ഞാനൊക്കെ എന്റെ കീഴ പള്ളികളുടെ ഹദീമാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു. എല്ലാ വെള്ളിയാഴ്ചയും ഒന്ന് മലപ്പുറം ജില്ലയിൽ മരിച്ച മരണവാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമേ ഗ്രൂപ്പ് കിട്ടും. ആ ഗ്രൂപ്പിന്റെ പേര് എഴുതിയിരിക്കണം. 2 പൈസ കൊടുത്തിട്ടാണ്ട് 4000 6000 മുടക്കിയിട്ടുള്ള അഭ്യർത്ഥന അത് പ്രത്യേകം എഴുതണം. അതിന്റെ എപ്പുറത്തുണ്ടാവും ആ നേതാക്കന്മാർ അഭ്യർത്ഥനകൾ. അപ്പൊ ഒരു 10-45 മയ്യത്ത് ഒരാഴ്ച നിർദ്ദേശിച്ചോ. എത്ര പേര് അതിപ്പം നമുക്ക് തിരിയുന്ന ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തുള്ളി വെള്ളത്തിന് 3 കാരക്കിന്റെ വില അറിയില്ല. നോമ്പറക്കണ നേരത്തോ ആലോചിച്ചാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം 3 കാരക്ക് കിട്ടിയ ചിലർക്ക് വീടി കൂടി കിട്ടിയ സന്തോഷമായി അതുവരെ കുടിച്ചാ എന്നിട്ട് മതി നിൽക്കാനോ ഒക്കെ വിചാരിച്ചാണ്. ഇതുപോലെ കബറിങ്ങനെ കടക്കണ നേരത്താണ് ഈ പറഞ്ഞ നിസ്കാരത്തിന്റെ ഒക്കെ ഫദൽ തിരിയ. 1 2 മഹലിലെ സദസ്സ്, മർക്കസിലെ സദസ്സ്. അതുപോലെ നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിൽ ദുബൈ മർക്കസ് ഓഫീസായിട്ട് സൗദി അറേബ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഖത്തർ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ പുറമെ സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ ബംഗാൾക്കടലിലെ ദ്വീപാണ് അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് അറബിക്കടലിലെ ദ്വീപാണ്. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുറച്ച് ദിക്റും നിസ്കാര ഖുർആനത്തും നമ്മളെ മക്കളൊക്കെ മൂലൊക്കെ കുത്തിപ്പെട്ടിരുന്നു. നമ്മളുള്ള പേരമക്കളൊക്കെ പാടെ കൂടിയാൽ അവിടെ കുത്തും.
എൻ്റെ അമ്മായിമാർക്ക് 11 മക്കളും 49 പേരമക്കളും. അല്ലാഹു തആല അമ്മായിമാർക്ക് ദീർഘായുസ്സാഫിയത്ത് കൊടുക്കണം. ആമീൻ. മരിച്ച അമ്മോശനെ ഖബറിൽ സന്തോഷമാക്കി കൊടുക്കണം. ആമീൻ. പക്ഷേ അത് പിന്നെ വൈകുന്നേരം ഒരാണ്ട് കഴിഞ്ഞ് അടുത്ത ആണ്ടാകുമ്പോഴേക്കും ഒരുപാട് കത്തുകൾ ഞങ്ങളും തീർക്കലുണ്ട്. മക്കളും പേരമക്കളും വരുമ്പോൾ ഞങ്ങൾ 8 സക്കാഫികൾ അവിടെ മരുക്കളായിട്ടുണ്ട്. അപ്പം അതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഉച്ചവാടി നടത്തുന്നത് 500 സ്ഥലം നടത്തും. പക്ഷെ അത് നടത്താൻ കഴിഞ്ഞതാണ് സംഘടന ആവശ്യം. 500 സ്ഥാനം ഞങ്ങൾ പരിധിയിലൊക്കെ ഒരു മഹല്ല് നടത്തിയിട്ട് പുതിയാപ്പാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എന്ത് 2 സ്ഥാനത്ത് പറയുന്ന ആ പള്ളിയുടെ നേതൃത്വം നൽകി അവിടെ സംഘടന ഉണ്ടാക്കി എല്ലായ്പ്പോഴും നാട്ടുകാർക്ക് 2 സ്ഥാനം ആവശ്യം. അപ്പോൾ അവിടെ കുടുംബ വിഷയം വന്നപ്പോൾ ഇന്നലെ രാത്രി മിനിയാന്ന് രാത്രി പരിപാടി കഴിഞ്ഞിട്ട് നേരത്തെ ഉറക്കാൻ വിചാരിച്ചിട്ടാണ്ട് ഞാനങ്ങനെ പരിപാടിയുടെ വർഷം കഴിക്കുകയാണ്. അപ്പോൾ സമയം 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ പരിശോധന നേരത്തെ തന്നെയാണ്. അപ്പോൾ ഉണ്ട് ഇവിടുന്ന് ജ്യേഷ്ഠം വിളിക്കും, നിങ്ങൾ എവിടെയുണ്ട്? പരിപാടി സ്ഥലത്തെ കുട്ടശ്ശേരി. ഇവിടെ ജീപ്പിന് ആൾക്കാർ വന്ന് കാത്തിട്ടുണ്ടല്ലോ. ചെന്ന് നോക്കുമ്പോൾ ഒരു കുടുംബ വിഷയം ചർച്ച ചെയ്യണം. ആ കുടുംബ വിഷയം 2 ദിവസത്തിൽ ബന്ധപ്പെട്ട കുടുംബത്തിൽ കുടുംബം ഒരു മരുന്നിട്ട് ഒന്നായിട്ട് വന്നിരിക്കുകയാണ്. അതെന്ത് നിങ്ങൾക്ക് ഒരു കടമുണ്ട്, 2 ദിവസത്തെ ബാധ്യത ഉണ്ടല്ലോ. ഇത് ഉദാഹരണം ഞാൻ നിന്റെ അനുഭവം ഞാൻ പറയാം. ഇതൊക്കെ ഉണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം, ഒരു സംഘടന. അവിടെ ഇസ്ലാം ഇല്ലാതെ ഒന്നും വേണ്ട. നമ്മൾ കാണാൻ പോണേ എന്താ യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിയാണ് കാണാൻ പോണത്. അത് സംഭവമല്ലേ? ആലോചിച്ചോളം ഇങ്ങനെ പോയിട്ട് വാ അജബാ. ഞാൻ 5 സെന്റും കൂടി ഇല്ലാന്ന് പറഞ്ഞത് അത് ശരി. 5 സെന്റ് ഇല്ല, 5 സെന്റ് അവിടെ ഇല്ല, 100 ഏക്കർ അവിടെ ഉള്ളൂ. കാണാൻ പോകുമ്പോൾ ആ പള്ളിയൊക്കെ വയസ്സായ ആൾക്കാർക്ക് നടത്താൻ പോയെങ്കിൽ കയറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എല്ലാവർക്കും വിഷമില്ല. കാരണം അവിടെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ട് ആൾക്കാരെ കുപ്പിയൊക്കെ ഉണ്ടാക്കണം. മഴ പെയ്താലും അറിയില്ല, വെയിലാഴ്ച തീ അടക്കാൻ പറ്റൂല. ആ ജാതിയാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കി പോണ കുപ്പിച്ചില്ലും അതേപോലെ തന്നെ കുപ്പി മരണിയൊക്കെ ആ ജാതി സാധനം കൊണ്ടുപോയിട്ട് സംസ്കരിച്ച് മില്ലിലിട്ടിട്ടാണ്ട് അടിച്ചു പൊടിച്ച് ശരിയാക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയ നാലും അത് സംസ്കരിച്ചിട്ടാണ് അക്കുപ്പുണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണുന്നതന്നെയല്ലേ. ഇതിപ്പോ തുടങ്ങുമ്പോ ഉണ്ടായി എന്തൊക്കെയുണ്ട കാര്യങ്ങൾ ഈ 1.5 കിലോമീറ്റർ പള്ളി മാത്രം പറഞ്ഞാൽ നിങ്ങളിപ്പോ ബസ്സിൽ ഇറങ്ങി താഴെ മൂത്തൊച്ചെടുത്തിയ പോലെ കിടക്കേണ്ടി ആൾക്കാരാണ്. പിന്നെ യൂണിവേഴ്സിറ്റി വന്നതായത് ഇതൊക്കെ കോടികളെ കൊണ്ടല്ലേ കളി. എവിടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഗരി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അവരൊക്കെ ചെറിയ ക്ലാസ് വ്യാഴാമത്തെ പരിപാടിക്ക് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ട്. അല്ലാഹു തആല കൊടുക്കട്ടെ. ഇവരെ ഒറ്റക്കെടുത്തതാ കുടുംബസത്ത. ഇതെവിടുന്ന ഒരു ആഹ്വാനം നടത്തുക. അപ്പൊ 10 മുനികൾ എടുത്താൽ കൊടുക്കുക. അടുത്ത ഞങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പരലോകത്ത് ഞങ്ങൾക്ക് വലിയ ചെറിയ പാർട്ണർഷിപ്പ് ഇപ്പൊ കൂടിയെങ്കിലും ബെനിഫിറ്റ് കിട്ടുള്ളല്ലോ. അവിടെ പുലി കൂർപ്പണല്ലേ നറുക്കെടുക്കുമ്പോൾ വല്ലതും കിട്ടാം. ഒരു പുലികളെ പോയി കാണുന്നത് പുലി നറുക്കെടുക്കുന്നുണ്ടല്ലോ. അവരുടെ വലിയ വാർത്തകൾ ആർക്കെ കിട്ടിയത്? എൻ്റെ കുട്ടിയത് എത്ര പേര് പോലെ 1.5 ലക്ഷത്തല്ലേ എനിക്ക് കിട്ടാം. ജനക്കൂടിലെ മുറിയും ഒരു 1 നറുക്കെങ്കിലും കൂടി നോക്കണ്ടേ? അപ്പോഴല്ലേ കുടുംബം വിളിച്ചു നോക്കുക. ആ നറുക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ വരുമ്പോഴാണ് മർക്കസിലേക്ക് അറിയാതെ നമ്മൾ കൊടുത്തു ചാരി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ മസ്ജിദ് ആഫ്രിക മുബാറക്ക് അതിപ്പോൾ 100 രൂപയുടെ കൂപ്പൺ, ഒരു 500 രൂപയുടെ കൂപ്പൺ. ഇപ്പം നിങ്ങൾ പോയത് ഇങ്ങനെ കൂടാൻ പറ്റുമോ? കൂപ്പണിൻ്റെ കാലം കഴിഞ്ഞില്ലേ? ഓരോ പോയ ബസ് കഴിഞ്ഞാൽ കിട്ടിയ കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ഓരോ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിൽക്കിരിക്കുന്ന 4 ലക്ഷം ആൾക്കാർ അതിലൊക്കെ തന്നെ റമദാൻ വന്ന വാതിൽ നടക്കരുതല്ലോ. എത്ര ഹത്താണെടുക്കുന്നുണ്ടായി ആലോചിക്കാണികൾ. ആ പള്ളിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതിനുവേണ്ടി നോട്ടീസ് ഒട്ടിച്ചാൽ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അനൗൺസ് ചെയ്താൽ ആ ഖലീഫുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ചാൽ അതിന്റെ എതിരെ ആരോടും മറുപടി പറഞ്ഞാൽ അത് പറയിപ്പിച്ചാൽ ഓർപ്പിക്കുന്നതിന്റെ കൂടിയിട്ടാൽ അത് എത്ര ആൾ മരിച്ചിട്ടുണ്ടാവും. CK ഉസ്താദ് അടക്കമുള്ള ആളുകൾ അവർക്ക് നമ്മൾ സന്തോഷമാക്കി കൊടുക്കട്ടെ. ഇതുപോലെ കുറെ കൂലി കിട്ടണമെങ്കിൽ ഒറ്റക്ക് കഴിക്കും. പിന്നെ പഠിപ്പ് ഈ ചെറിയ സ്ഥാപനം വരത്തില്ല ഒന്നുമല്ല. അപ്പോൾ വലിയ പഠിപ്പുകൾ കേട്ടിട്ടുണ്ടാവും. ഒരു 10-20 കുട്ടികൾ കൂടെ ഇത് പൂർത്തിയാക്കണം. കുറച്ചുള്ളത് ഇവിടുത്തെ കുട്ടികളാണ്. 20 ചില കുട്ടികൾ കൂടെ 30 മിനിയാറ് കുട്ടി പൂർത്തിയാക്കി. പക്ഷെ അവർക്ക് സാലറി കൊടുത്തിട്ടില്ല. കൊടുക്കണമെങ്കിൽ ഉസ്താദിനെ കിട്ടണം. കിട്ടണമെങ്കിൽ ഉസ്താദ് അറക്കട്ട് ബിൽഡിങ്ങിൻ്റെ അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് വെബ്രോടും ഒക്കെ പാടെ കടം വേറെ കടമൊക്കെ പണിയിട്ട്
അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അത് പൂർത്തിയാക്കി ഉസ്താദിനെ കൊണ്ടുവന്ന് ചെറിയ പരിപാടിയിൽ വെച്ചിട്ട് ആ മക്കൾക്ക് സംഘം കൊടുക്കണം. ഇതിപ്പോ ഞാൻ ഒറ്റ ഇല്ല, എനിക്കൊരു സംഘടന അഡ്രസ് ഉണ്ട്. അതേപോലെ ഈ സ്ഥാപനത്തിന്റെ ആളുകൾ സംഘടന ആളുകൾ ഇവിടെ സ്ഥലത്തിൽ വരുമ്പോ പച്ചക്കടം വന്നിട്ട് ആളുകൾ കൂടി അപ്പോൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു. എന്താ ചെയ്യുക, എല്ലാം പേടിയിലൊക്കെ ഗൾഫൊക്കെ നടന്നു ചെയ്യും. അതിന് ഇവിടുത്തെ മുസ്ലിമായിട്ട് വെയിറ്റ് ചെയ്തു. അതായത് പറഞ്ഞ ജമാഅത്തിൻ്റെ ഒരു നോക്കണം. അവർ തീരുമാനിച്ചു 11 യൂണിറ്റുകൾ ഇതിന് ചുറ്റുഭാഗത്ത്. ഇപ്പം എൻ്റെ പത്തപ്പിരിയ തുടങ്ങിയിട്ട് പോന്നാൽ മരത്താണി വരെ അങ്ങനെ 11 യൂണിറ്റാണ്. അവരാണ് നിൽക്കുന്നത് എല്ലാ മാസവും വരാറുണ്ട്. വണ്ടി വീട്ടുകാരുടെ ആളുകളൊക്കെ വരും. അവർ തീരുമാനിച്ചു 1 മാസത്തെ സ്ഥലത്തിന് വരുമ്പം 1 യൂണിറ്റിൽ നിന്ന് കിട്ടണമൊക്കെ പറ്റില്ല. അത് പോയി മുട്ട, ചേന, വാഴ, പറമ്പ്, ചിരട്ട, ചെകിരി എല്ലാം ഉണ്ടാവും. അരി, പഞ്ചാര, പാമ്പൂര്, ഓയിൽ, വെളിച്ചെണ്ണ എന്തൊക്കെ കിട്ടണോ ഒക്കെ കൊണ്ടുവരാം. അൽഹംദുലില്ലാഹ് അങ്ങനെ അത് വണ്ടി കൊണ്ടുവരും. അവർ സ്വീകരിക്കും. അവർ വാട്സപ്പിൽ ഫോട്ടോ വിടും. വേർക്കും. ഏകദേശം 1 മാസത്തേക്കുള്ള അത്യാവശ്യ സാധനം ഇപ്പം അൽഹംദുലില്ലാഹ് പലചരക്ക് കടയിൽ, ഇറച്ചി, മീൻ, പൊടിക്കടയിൽ തന്നവർക്ക് സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുമാറാണ്. മക്കൾക്ക് തന്നെ ഇന്നത്തെ പേര് പിന്നെ മൂളയാണെങ്കിൽ നാളത്തെ പേര് വായിക്കുകയോ മറ്റന്നാൾ ചേരുകയോ മറികിട്ടും ചെയ്യും. മാത്രമല്ല അധികം ഇംഗ്ലീഷ് വളമിടാത്തതും മരുന്നടിച്ചതും കിട്ടും. നാട്ടിൽ വാങ്ങിയതല്ല, നാട്ടിൽ ഉണ്ടാക്കിയതേ കൊണ്ടുവരുന്നത്. അപ്പോൾ 2 കൊല്ലം അങ്ങനെ കഴിയും. 3ാമത് കഴിഞ്ഞു. ഇപ്പോൾ ആദ്യമായിട്ട് ഫിസിക്കലായിട്ട് കഴിഞ്ഞ് ദിക്ർ നടത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശം 1 മാസത്തേക്കുള്ളത് ഉണ്ടാവും. ഇതൊക്കെ ഒരു കൂട്ടായി രൂപപ്പെട്ട് വരികയാണ്. ഇതാണ് സത്യത്തിലെ സംഘടന. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഇപ്പം മെഡിക്കൽ കോളേജ് കടത്തുകൾ പോയാൽ അപ്പം പല വിളി വരികയാണ്. ആ സഹായിക്കൊന്നുണ്ടേ നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചിരിക്കുന്നു. ആ മയ്യത്തൊന്നും അങ്ങോട്ട് ആക്കാൻ എൻ്റെ എനിക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ എസ്പെഷ്യലി വിളിച്ചിട്ട് അവരുടെ സഹായം. ആ സഹായി എന്ന സംഘടന നമ്മുടെ സാന്ത്വനം ഡോക്ടർമാരടക്കുന്ന ഒരു പരിപാടി കേൾക്കാൻ മഞ്ചേരി നിങ്ങളൊന്നും ആലോചിച്ച് കോവിഡ് സമയത്ത് എത്ര ആൾ മരിച്ചു. അത് വാപ്പുറത്ത് കൊടുക്കട്ടെ. പലരെയും അവരെ വിട്ട കൂടിയത് കൊണ്ടേക്കാണ്. നമ്മൾക്ക് ടൈം ചെയ്യാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല. മഞ്ചേരി അതൊക്കെ ചെറുപൊഴിച്ച് വൈകിട്ട് അതിൻ്റെ അവിടുത്തെ സാന്ത്വനയുടെ എസ്പീസിൻ്റെ വളണ്ടിയേഴ്സ് ഓരോരുത്തരുടെ പിന്നെ ഗവൺമെൻറ്റും അവിടുത്തെ എന്താ പറയുക സെക്യൂരിറ്റി ജീവനക്കാരും അവിടുത്തെ ഡോക്ടർമാർക്ക് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കാൻ ഓരോ ഒരുങ്ങിയാൽ നടക്കുന്നു. പ്രത്യേകിച്ച് ലൂഫൻ എന്ന് പറഞ്ഞ നമ്മുടെ ആംബുലൻസിൻ്റെ ഡ്രൈവറുണ്ട്. അപ്പോൾ നല്ലോണം ബാക്കത്ത് അഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാണ്, വർക്ക് കൊണ്ട് നമുക്ക് തുടച്ചുകൊടുക്കുകയാണെങ്കിൽ അവസരം ഉണ്ടാക്കി തരികയാണ്. ലാസ്റ്റ് യാത്രയപ്പല്ല കബർക്ക് അതൊന്നും അപ്പഞ്ചീറ്റ് പോകണ്ടേ. ഇത്ര സംഘടന ഇങ്ങനെ SOS എന്തിനാ സിനിമാറ്റിൽ ചോദിച്ചാൽ ഈ കോവിഡ് കാലം മറുപടിയാണ്. പിന്നെ ഭൗതികമായിട്ട് ഇപ്പം ഇന്നലെ വിളിച്ചു ഇവിടെ കുറച്ച് ആൾക്കാർ പുറപ്പെട്ടു സൗദി അറേബ്യക്ക്. മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സൗദി അറേബ്യക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട മറ്റൊരു ശിഷ്യ കുറച്ച് മുമ്പ് പോയതുണ്ട്. 14 ദിവസം ക്വാറന്റീൻ എടുക്കണം. തുകയെ 70,000 റുപ്യ കൊടുക്കണം. എന്നിട്ട് സൗദിക്ക് പോവുക. ഈ ക്വാറന്റീൻ ഒരാഴ്ചയായപ്പോഴേക്കും സൗദി അറേബ്യ അടച്ചു. ഒരു വിസന്റെ അവധി തീർന്നു. ദുബായ് നിൽക്കാൻ അവധി തീർന്നു. ഇവിടെ അവർക്ക് അരോടുള്ളതും തീർന്നു. ഭക്ഷണമില്ല, പൈസ കഴിയില്ല. കരയപ്പോൾ ഇങ്ങനെ പോവല്ലേ, ആരും പൈസ കരുതിയിട്ടില്ല. എന്നിട്ടിപ്പോൾ എന്ത് ചെയ്യാണ്, വിളിച്ചിട്ട് അവിടെ നിങ്ങളെ സംഘടന അങ്ങനെയാണ്, നമ്മുടെ ആൾക്കാരല്ല, നിങ്ങളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ ബ്രാഞ്ച് സ്ഥാപനമുണ്ട് അപ്പുറത്ത് കാദസിയാന്ന് പറയും. മാത്രമാണ് അവിടുത്തെ പരിസരത്തുള്ള ആൾക്കാരാണ്, അയൽവക്കാരാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാം. ഞാൻ ദുബൈക്ക് വിളിക്കാം. ആലോചിച്ചോക്കാൻ നിങ്ങൾ എന്തിനാ സംഘടന? നമ്മളെ മക്കളും മരുക്കളും പേരമക്കളും ഒന്നുമില്ല. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ SOS ഉണ്ടോ ഒക്കെ കാണാൻ പോടക്കാരെ കാണണ്ട അവിടെ എന്ന് പറഞ്ഞാൽ നേരെ ഞാനവിടുത്തെ SOS സെക്രട്ടറിയാണ്, ഞാനവിടുത്തെ SMന്റെ പ്രസിഡന്റാ എന്ന് പറയുമ്പോൾ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരാവേശം, സഹായിക്കേണ്ട ഒരാവേശം. എൻ്റെ സുഹൃത്തുക്കൾ കുഞ്ഞാന സർക്കാർ മുമ്പ് ജിദ്ദയിൽ പിടിക്കപ്പെടും. ആശാനോടൊപ്പം കേട്ടോ പിടിച്ചു അവിടെ വിഷയത്തിൽ ചുരുക്കത്തിൽ ചെയ്തിട്ടു. അങ്ങനെ അവിടുന്ന് പിന്നെ ഇങ്ങനെ കയറ്റി അയക്കാൻ ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യാം. ലാസ്റ്റ് അവിടെ ഒന്നും ചോദിക്കണം, നിങ്ങൾക്ക് ഇന്ത്യക്കാരനാ തെളിയിക്കുന്ന എന്താണ് അടുത്തുള്ളത്, ഇന്ത്യൻ രേഖ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബന്ധപ്പെട്ട് പോകണം, എംബസിയിൽ ബന്ധപ്പെടണം. നമുക്ക് പാസ്പോർട്ടില്ലല്ലോ, ഓക്കെ എക്സ്പയർ കഴിഞ്ഞൊക്കെ ഉള്ളതാണ്, ഒന്നുമില്ല. അവസാനം ഒരു കേസ് വെറുതെ തപ്പി വെക്കുമ്പോൾ SSFന്റെ മെമ്പർഷിപ്പ് കിട്ടിയ ഒരു മെമ്പർഷിപ്പ്
വെറുതെ ഒരു പ്രതീക്ഷയില്ല കൊണ്ടു കൊടുത്തു. ഓക്കെ അയ്മല നിങ്ങൾ ഇത് സലാമത്താണ് കോറാപ്പിപ്പാനാണ്. ഇത് ദുന്യാവാണ്. ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പോറ്റിയ 10,000 എത്തിയ മക്കളുണ്ട്. ഉസ്താദ് പഠിപ്പിച്ചിറക്കിയ 10,000 സഖാഫികളുണ്ട്. 1000-ഓളം വരുന്ന ഖുർആൻ ഹിഫ്ളാക്കിയ ഹാഫിളുകളുണ്ട്. ഉസ്താദ് കയറ്റിയ 4,000-ഓളം വരുന്ന പള്ളികളുണ്ട്. ഉസ്താദ് കുത്തിക്കൊടുത്ത 2,000-ഓളം വരുന്ന കിണറുകളുണ്ട്. ഉസ്താദ് മാത്രം ഉണ്ടാക്കിയ ദശക്കണക്കിന് കിതാബുകളുണ്ട്. അതിലേറെ മലയാള പുസ്തകങ്ങളുണ്ട്. ഉസ്താദ് കെട്ടിച്ചയച്ച പാവപ്പെട്ട പെൺകുട്ടികൾ 100-ഏറെയുണ്ട്. ഉസ്താദ് കയറ്റിക്കൊടുത്ത വീടുകളും 500-ഓളം. ഇതൊക്കെ അള്ളാഹ് കബൂലാക്കട്ടെ. സാമൂഹിക ഉസ്താദിന്റെ പേഴ്സണൽ ഇജാസത്ത് വാങ്ങിയിട്ടുള്ള ദിക്റുകളും ഉസ്താദ് കൊടുക്കുന്ന ഇജാസത്തുകളും ചെയ്യുന്ന ഇബാദത്തുകളും അതൊക്കെ വേറെ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണുള്ളത്? ഈ പല കൂടി നമുക്ക് എന്തുണ്ട് ആലോചിച്ചൊക്കെ ഞാൻ പറഞ്ഞു പീര് പോയിട്ടുണ്ട് കൂട്ടാക്കട്ടല്ല. ഇന്ത്യ എന്താ വെച്ചിട്ട് 49 വയസ്സിന്റെ അടിയിൽ ഒരു ഇത് കുറച്ച് ആൾക്കാരുടെ പാർട്ണർഷിപ്പുണ്ട്. ചോദിച്ചൊക്കെയല്ല എപ്പോഴും എന്നാലും ചെറിയ വരുമാനം കൊണ്ടുനടക്കാനൊക്കെ ഒരു ചെറിയ സ്ഥാപനം മുജാഹിദിന്റെ കോട്ടയുണ്ട്. ജവസ്വാമി ശേഖുകാരൂടെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തെ വാർപ്പ് നടത്തി എങ്ങായിണ്ട് ജീവൻ പോയി. അതല്ല അതിന്റെ അപ്പുറത്ത് ഖാദിന്റെ മുഹമ്മദ് മാഷുണ്ട്. അബൂബക്കർ കാരൂർ മുജാഹിദിന്റെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ അക്രമ സലഫിയുണ്ട്. ആണ് മുജാഹിദിന്റെ സുഹൃ ചുണ്ടത്തരണ്ട് പോലെ പെണ്ണുകൾ സുഹൃ ടീച്ചറുണ്ട്. ഇദ്ദേഹത്തിന്റെ ബഷീദൊക്കെ ഉള്ള മണ്ണാണ്. ഈ മണ്ണിൽ നമുക്ക് നടക്കാനും പറ്റില്ല. ഇതൊക്കെ കുത്തുകൾ പോകുന്ന സമയത്ത് വണ്ടി തടുത്തിട്ട് കൂക്കിയെത്ത് മേൽ നമ്മളാൾക്കാർ കണ്ട് തെങ്ങുമട്ട വലിച്ചെന്നാണ് പറഞ്ഞത്. ഇവിടെ മൂലരെ കണ്ണ് ചൂരെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് ചൂരാൻ പോയിട്ട് നോക്കിയാൽ ഗതിക്കോടിയാണ് കാരണന്മാരുണ്ട് ധരിച്ചുപോയി. അതൊക്കെ അവിടെ സന്തോഷമായി കൊടുക്കട്ടെ. എന്നിട്ട് ഈ പരിപാടി ഒരു നടത്തുമ്പോൾ എൻ്റെ വണ്ടിൻ്റെ 2 ടയർ കാറ്റ് വെച്ചിട്ടുണ്ട്. ആ മണ്ണാണ് ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ വാർഡ് തെരഞ്ഞെടുപ്പ് മുതൽ ഒരുവിധം തെരഞ്ഞെടുപ്പുകളൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ വരുന്നുണ്ട്. ഇന്നത്തെ റൂം അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടായപ്പം മാറ്റിയിട്ട് അവിടെ പൊളിച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങോട്ട് മാറ്റിയാണ്. അതിലൊരു വരാൻ സൗകര്യം. ഇപ്പം അങ്ങനെ അവസ്ഥ. കല്യാണത്തിനും ബാറിലൊക്കെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ വൃദ്ധ ചെല്ലണമെന്നാ അതായത് പോയിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുട്ടികളെ കൊടുഞ്ഞ അതായത് ഒരു പൈനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഞങ്ങൾ എത്രത്തോളം വെച്ചാൽ അന്ന് 75 സെക്രട്ടറി ആ സെക്രട്ടറിയുടെ മകൻ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ വരുന്നുണ്ട് വണ്ടി ഇല്ല പോകുന്നുണ്ട് എൻ്റെ കാറ് വാങ്ങി കൊണ്ടുപോകാൻ പറയാം വെച്ചാൽ ഞാൻ വാങ്ങൂല അത് കുട്ടികളാണെങ്കിൽ അങ്ങനെ എണീറ്റ് പോകുന്നില്ല. ഒറ്റയ്ക്ക് സ്കൂളാണ് ഇവിടെ ഉണ്ടാവും. ഇപ്പം എല്ലാം വാങ്ങി വെച്ചാൽ ഉണ്ടാവും. അത് ഇതായി കൊടുക്കട്ടെ. അതൊരു ഉദാഹരണമാണ്. നല്ല മാറ്റം വന്നു അൽഹംദുലില്ലാഹ്. ബിൽഡിങ്ങും കെട്ടിലും കാര്യമായിട്ട് കാണാനൊന്നുമില്ലെങ്കിലും ദഴവത്തിറങ്ങത്ത് 10 പേര് കാര്യത്തിന് ഭാഗത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ ഇവിടെ പഠിച്ച കുട്ടികൾ അങ്ങനെ തന്നെയാണ്. ഇത് 14% പൈസക്ക് പാടില്ല. ഇവിടെ താമസിക്കാം. ഞാനടക്കം മാസത്തിലേക്ക് കൂടുതലും ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരുമാതിരി പോവാം. അപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ ഉസ്താദ് ഈ 83 വയസ്സായിട്ട് അങ്ങനെ ഉണ്ടല്ലേ ചെന്നൈയിൽ നമുക്ക് തങ്ങളോട് പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ തങ്ങൾ പുസ്തകം പങ്കെടുക്കേണ്ട ആളും അദ്ദേഹം മർക്കസധിക്കാതെ വേറെ പറ്റ നമ്മളൊക്കെ ഉറപ്പിച്ചിട്ടാണ്ട് ഷുഗർ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ നിങ്ങൾ ഉസ്താദിനൊക്കെ ചിന്തിക്കാം. ഉസ്താദിന് പോകുന്നതിനൊക്കെ നമുക്ക് വയസ്സായിട്ടുള്ളൂ. പിന്നെ എന്താ ആഫിയത്ത് കൊടുക്കണം. ഒന്ന് സ്വന്തം അവിടെ രക്ഷപ്പെടണം. കാരണം നിന്റെ മുഖ്യങ്ങളും നിന്റെ ഒപ്പമുള്ളവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അത് ഉസ്താദിന്റെ മനസ്സിലാക്കണം. പ്രവാചകരേ പ്രവാചകരേ ലോകമാകെ പുണർന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തറൂഹുല്ലബീനും നടന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തറൂഹുല്ലബീനും നടന്നു ഇലാഹിന്റെ നൂറ് ഹിദായത്തിൻ ജീവ ഇബാദത്തിലൂടെ ഇറയോനിൽ ചേർത്ത പുണ്യജീവ ഇതം തേടിയെങ്കിൽ ഇവൻ കണ്ടു നേര് ഹൃദയത്തിലൂടെ കൈമാറിയുള്ള സ്നേഹപേര് ഇലാഹിന്റെ നൂറ് ഹിദായത്തിൻ ജീവ ഇബാദത്തിലൂടെ ഇറയോനിൽ ചേർത്ത പുണ്യജീവ ഇതം തേടിയെങ്കിൽ ഇവൻ കണ്ടു നേര്
ഹൃദയത്തിലൂടെ കൈമാറിയുള്ള സ്നേഹപ്പേര് പല വഴികൾ ചേർന്നിത മുന്നിൽ കാണുകയെങ്കിൽ അതിലൊരു വഴി സ്നേഹപ്രകാശം നിറഞ്ഞതുമെങ്കിൽ പല വഴികൾ ചേർന്നിത മുന്നിൽ കാണുകയെങ്കിൽ അതിലൊരു വഴി സ്നേഹപ്രകാശം നിറഞ്ഞതുമെങ്കിൽ ആ വഴി പോയിടൂ ആറ്റിൽ റസൂലിനെ തേടിടൂ ആഖിറ ലോകമിലാസബീലിൽ വിജയം കണ്ടിടൂ പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറോഹുല്ലബീനും നടന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറോഹുല്ലബീനും നടന്നു മതം തന്നെ നേര് മനുഷ്യന് ഹൈറ് മതങ്ങളിൽ ചേല് ഇസ്ലാമിനുണ്ട് നല്ല പേര് ഇരുൾ വീണ ഭൂവിൽ കനിഞ്ഞുള്ള കൽബിൽ തെളിച്ചം നിറയ്ക്കും കലിമാ ഷഹാദത്തുണ്ട് മൊഞ്ച് മതം തന്നെ നേര് മനുഷ്യന് ഹൈറ് മതങ്ങളിൽ ചേല് ഇസ്ലാമിനുണ്ട് നല്ല പേര് ഇരുൾ വീണ ഭൂവിൽ കരിഞ്ഞുള്ള കൽബിൽ തെളിച്ചം നിറക്കും കലിമാ ഷഹാദത്തുണ്ട് മൊഞ്ച് ആവിധമീ മതനിയമങ്ങൾ നൽകിയതാര് ആദരമി ഈ മതം ലംഘാൻ കാരണമാര് ആവിധമീ മതനിയമങ്ങൾ നൽകിയതാര് ആദരമീ ഈ മതം ലംഘാൻ കാരണമാര് മറ്റു ഉസ്താദുമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിർത്താം ചളിയാവൂലേ ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് ചെറിയ കാര്യം പറഞ്ഞ് ഞാനും പെട്ടെന്ന് അവസാനിപ്പിക്കും അൽഹംദുലില്ലാ 2 വർഷം ഞാൻ ഇവിടെ പഠിക്കുകയും ഇപ്പോഴും ഇവിടെ ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോളേജ് സിറ്റിയുടെ എല്ലാ പരിസരവും നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതേപോലെ 2 ലോകത്തും വിജയിക്കുന്നതിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് എന്നോട് പറഞ്ഞത് സംഘടനാ നേതാക്കന്മാരാണ് എന്നാണ്. അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും സംഘടനാ നേതൃത്വമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സ്വന്തം മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കുക. ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ ദഅവത്ത് കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇടപെടൽ കൊണ്ട് ഞാൻ എത്ര ആളുകളെ മുസ്ലിം ആക്കിയിട്ട്? അത് കുറച്ച് ഗൗരവമുള്ള ചോദ്യമാണ് അല്ലേ? ഞാൻ ഇടപെട്ടുകൊണ്ട്, ഞാൻ സംസാരിച്ചുകൊണ്ട്, എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് എത്ര ആളുകൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അവന് കൃത്യമായി ഇബാദത്ത് ചെയ്യുകയും അത് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നു. നമ്മളിവിടെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്നിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ജീവിതം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടപെട്ടത് കാരണമായി എത്ര ആളുകൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് കാരണമായിട്ട്, ഞാൻ ഇടപെട്ടത് കാരണമായിട്ട്, ഞാൻ സേവനം ചെയ്തത് കാരണമായിട്ട് ആരൊക്കെ, ഏതൊക്കെ വ്യക്തികൾ ഈ സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ SSFൻ്റെ, SYSൻ്റെ, മുസ്ലിം ജമാഅത്തിൻ്റെ, മഴവില്ലിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഏതൊക്കെ കൂട്ടുകാരെ, അല്ലെങ്കിൽ ഏതൊക്കെ പ്രവർത്തകന്മാരെ, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളെ എൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി സാധിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? വളരെ ഗൗരവമുള്ള ഒരു
ഒരു ചോദ്യമാണ് നമ്മൾ ആ ചോദ്യം മനസ്സിനോട് ചോദിക്കേണ്ടത്. ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങളെ കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. മുമ്പൊരിക്കലും ഞങ്ങളൊരു സൈക്കോളജിയുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് അവിടുന്ന് ട്രെയിനർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊന്ന് എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജനറലായിട്ടാണ് കാര്യം പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊന്ന് എഴുതി വെക്കും. അങ്ങനെ അദ്ദേഹം എഴുതി വെച്ചു, ഞാനൊക്കെ എഴുതി വെച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ നമ്മൾ മുത്തഅല്ലിമീങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വേഗത്തിൽ എഴുതാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. നമുക്ക് കുറച്ചുകൂടി അള്ളാഹിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് തോനെ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ധരിച്ച് എഴുത്തു തുടങ്ങി. അങ്ങനെ അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതാണ്. നല്ല കുടുംബമുണ്ട്, ഉമ്മയുണ്ട്, സ്നേഹിക്കുന്ന ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, കണ്ണ് തന്നു, ശരീരം, അതേപോലെ തന്നെ വൈകല്യങ്ങളില്ലാതെ അള്ളാഹു എല്ലാം തന്നു. ഇങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ വളരെ വേഗതയിൽ എഴുതുകയാണ്. വളരെ വേഗതയിൽ എഴുതുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ല ഇന്നോവ പോകുന്ന വേഗത കണക്കൂട്ടിക്കോളിങ്ങൾ, ആ വേഗതയിൽ ഇങ്ങനെ ഞാൻ എഴുതുകയാണ്. ഒരു 80 അനുഗ്രഹങ്ങൾ ഞാനിങ്ങനെ എഴുതിയപ്പോൾ 75-80 ആയിട്ടുണ്ടാവും. അത് പിന്നെ നമ്മുടെ ലോറി കയറ്റം കയറുന്നത് പോലെ ഇങ്ങനെ പിന്നെ നമുക്ക് പോകുന്നില്ല. ആലോചിച്ചിങ്ങനെ ഓരോന്ന് പിന്നെ ഇങ്ങനെ വലിയുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഒരു 80 അനുഗ്രഹം ഞാനങ്ങ് എഴുതിയപ്പോഴേക്ക് പിന്നെ എൻ്റെ റബ്ബ് എന്ത് അനുഗ്രഹമാണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊന്ന് വേണമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി രാത്രി ഇരുന്നൊന്ന് എഴുതി നോക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഇന്ന് നമ്മുടെയൊക്കെ കയ്യിൽ നല്ല ഹാൻഡ്സെറ്റ് ഉണ്ട്. പഴയ കാലത്ത് മൊബൈൽ ഉപയോഗിക്കാതെ ജീവിച്ച എത്രയോ ആളുകൾ ഇതിലുണ്ടാവും അല്ലേ? വിളിക്കാനോ കമ്മ്യൂണിക്കേഷനോ ഒരു വകുപ്പും ഇല്ലാത്ത അവസ്ഥകൾ. ഗൾഫിൽ പോയാൽ പിന്നെ ഭാര്യമാരുമായിട്ടോ കുടുംബമായിട്ടോ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു ബന്ധപ്പെടാനുള്ള ഒരവസരവും ഇല്ല. ഇപ്പോൾ എന്ത് സുഖമാണ്. ഞാനിവിടെ വന്നപ്പം തന്നെ ചിലരൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, നോളജ് സിറ്റി കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. നമ്മളിത് നന്മയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ലഭിച്ച അനുഗ്രഹങ്ങൾ എത്ര എന്ന് നമുക്കിപ്പോഴും കൃത്യമായി അറിയില്ല. അത് നമുക്കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഒരു സാധാരണ മുത്തഅല്ലിമിന് പോലും അല്ലെങ്കിൽ ഒരു പണ്ഡിതന് പോലും ഇതൊന്ന് വേഗതയിൽ എഴുതി വെക്കുകയാണെങ്കിൽ 100-150 അനുഗ്രഹമായിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതാൻ കുറച്ച് സാവകാശം ഉണ്ടാവും. അതൊന്ന് ആലോചിക്കേണ്ടി വരും, വേഗത കുറയും. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടില്ല. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചോ അള്ളാഹു എനിക്ക് എന്തൊക്കെ തന്നതെന്നുള്ളത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി ഉണ്ടാവില്ല. നമുക്കിപ്പോൾ പലപ്പോഴും പരാതിയാണ്. എന്തൊക്കെയാ പരാതി? അതില്ല, ഇതില്ല, സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല, കടമുണ്ട്, അങ്ങനെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചോ നമ്മളെക്കാൾ താഴെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നീ നിൻ്റെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക, നിന്നെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നീ നോക്കുക. അവർക്ക് നിൻ്റെ അത്ര അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിൻ്റെ അത്ര സൗകര്യങ്ങളോ സുഖങ്ങളോ ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളോ നോക്കുന്നതോ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്കാണ്. ഓൻ്റെ കാറ് കണ്ടില്ലേ, ഏതാ കാറ്, ഓനതിൽ പറപ്പിക്കുന്നുണ്ടല്ലോ, ഓൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് താഴെയുള്ള പ്രയാസപ്പെടുന്ന, പ്രശ്നം അനുഭവിക്കുന്ന, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇവരെ നമ്മൾ കാണുന്നില്ല, ഇവരെ നമ്മൾ അറിയുന്നില്ല. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കാണ്ടി. ഞാൻ ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ വീടിൻ്റെ അടുത്ത് ഒരു മുസ്ലിമായ സഹോദരൻ നന്നായി കള്ളു കുടിക്കുകയായിരുന്നു. നന്നായി കള്ളു കുടിച്ച് അങ്ങനെ കരൾ വീക്കായിപ്പോയി. അങ്ങനെ അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. 35 ലക്ഷം രൂപ ആ കരൾ മാറ്റി വെക്കാൻ അന്ന് ഡോക്ടർമാർ പൈസ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു കരളിന് വേണ്ടി വരുന്ന ചിലവ് 35 ലക്ഷം രൂപ. നമുക്ക് ഈ കരൾ നമ്മൾ എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതാണോ? നമ്മൾ എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ട് ലഭിച്ച കരളാണോ ഇത്? ശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് ചെറുപ്പം എന്നൊരു ബീജകണത്തിൽ നിന്നാണ്. 2 കണങ്ങൾ, ഒരു ബീജകണവും 2 കൂടി ചേർന്ന് ഞാനാകുന്ന ഇത്രയും ആരോഗ്യവും സൗന്ദര്യവും
അതേപോലെ തന്നെ മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിച്ച് ഇങ്ങനെ അന്തസ്സിൽ നിൽക്കുന്ന, ഭൂമിയിൽ ഇങ്ങനെ പളവളപ്പിൽ അല്ലെങ്കിൽ പവർ നടിച്ച് നിൽക്കുന്ന ഈ ഞാനാകുന്ന ഈ ബോഡി ഇത്ര പോന്ന ചെറിയ 2 തുള്ളികളിൽ നിന്നുണ്ടായതാണ്. ആയിരക്കണക്കിന് ബീജകണങ്ങളിൽ ഒരു ബീജകണം ഒരു അണ്ഡവുമായി കൂടിച്ചേർന്ന് അതിൽ നിന്നാണ് പൂർണ്ണനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന മിൻ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ? ഏറ്റവും പെർഫെക്റ്റായ രൂപത്തിൽ, ഈ കാണുന്ന വളരെ പെർഫെക്റ്റായ രൂപത്തിലേക്ക് ഈ ബോഡിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുത്തു. ഏത്? ഇത്ര പോകുന്നൊരു ചെറിയ കണത്തിൽ നിന്ന് സൃഷ്ടിച്ച എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഒരു മനുഷ്യൻ, അത് ഇത്രയും നല്ല ചൊവ്വായ രൂപത്തിലേക്ക് അല്ലാഹു മാറ്റി. ആന്തരികമായി എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ സംവിധാനിച്ചു. ₹1 നമ്മളാരും ടാക്സ് കൊടുത്തിട്ടില്ല, നികുതി കൊടുത്തിട്ടില്ല, അതിനാരും അഡ്വാൻസ് കൊടുത്തിട്ടില്ല. ₹1 പോലും നമ്മൾ കൊടുക്കാതെയാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലായത്. ഈ ബോഡിയുടെ പവറൊന്ന് നിങ്ങൾ നോക്ക്. ഇതിൻ്റെ അകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ഓരോ ആന്തരിക അവയവങ്ങളും, അതിനൊക്കെ എത്രയാണ് ഇന്ന് ഡോക്ടർമാർ വില എഴുതുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 35 ലക്ഷം രൂപ. എൻ്റെ കുടുംബത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ 2 കിഡ്നിയും വീക്കായിട്ട് ആ കിഡ്നി മാറ്റി വെക്കാൻ അദ്ദേഹത്തിന് ചിലവായത് 30 ലക്ഷം രൂപ. ഒരു മനുഷ്യന് 30 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രയാ അധ്വാനം? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവിട്ടിട്ട് പിന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്കും സമ്പന്നരായ ആളുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് പണം സ്വരൂപിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മളുടെ ഈ അകത്തുള്ള മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ഒരു ചെറിയ അവയവത്തിൻ്റെ വിലയാണ് ഇത്. ഇനി ഒരു കണ്ണൊക്കെ മാറ്റി വെക്കുകയാണെങ്കിലോ കോടികളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി ചിലവഴിക്കുന്നത്. ഇത് നമ്മളാരെങ്കിലും പൈസ കൊടുത്തിട്ട് കിട്ടിയതാണോ? ഇത് നമ്മളാരെങ്കിലും എന്തെങ്കിലും അധ്വാനിച്ചിട്ട് കിട്ടിയതാണോ? നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു എന്നതിനപ്പുറം നമ്മുടെ ശരീരം രൂപപ്പെടുന്നതിൽ നമുക്കുള്ള കഷ്ടപ്പാട് എത്ര ചെറിയതായിരിക്കും. നമ്മുടെ രൂപത്തിൽ തന്നെ സമയം നമ്മളതിന് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യം ദീനിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന ഏറ്റവും ഉത്തമമായ ബോധ്യത്തോടു കൂടി നമ്മളതിനു വേണ്ടി സമയം ചെലവഴിക്കണം. അത്രയും വിശാലമായ ചിന്തയോടുകൂടി തന്നെ നമ്മളതിനു വേണ്ടി ആരോഗ്യം ചെലവഴിക്കണം. ആ വിശാലമായ ബോധ്യത്തോടു കൂടി തന്നെ നമ്മുടെ ഊർജം നമ്മളതിനു വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കൂടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ ജീവൻ ദീനിന് വേണ്ടി നൽകിയിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള ചരിത്രം ബദർ ശുഹദാഇൻ്റെതാണ്. അവരവരുടെ ശരീരം
ദീനിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അന്നത്തെ സമർപ്പണം പൂർണ്ണമായും ശരീരത്തെ ദീനിന് വേണ്ടി വിട്ടുകൊടുക്കലായിരുന്നു. അവരത് പൂർണ്ണമായും വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഓരോ മഹാന്മാരും അവരുടേതായ നിലക്ക് ദീനിനു വേണ്ടി അവരുടെ ശരീരം വിട്ടുകൊടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഏതു രൂപത്തിലാണോ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ ഊർജ്ജത്തെ ദീനിനു വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിയുക, ആ നിലക്ക് വിട്ടുകൊടുക്കണം. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുദ്ധിയും സമയവും ദീനിനു വേണ്ടി വിട്ടുകൊടുത്തപ്പോഴാണ് വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായി വന്നത്. ഒരുപാട് വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ദീനിനു വേണ്ടി കിതാബ് രചിക്കുന്നതിലും ഇൽമിനു വേണ്ടി ശുഗലാവുന്നതിലുമായിരുന്നു സമയം ചെലവഴിച്ചത്. അതേപോലെ തന്നെ അയിമ്മത്തിൻ്റെ ഇമാമുകൾ, അങ്ങനെയുള്ള ഇമാമുകളൊക്കെ വിശാലമായി ഇൽമു പഠിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുകയും അത് ദീനിനു വേണ്ടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് മറ്റു ചില മഹാരഥന്മാർ ഇങ്ങനെ ആയിരുന്നില്ല. അവർ പൂർണ്ണമായും സേവന രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണ്ണമായും സേവനം ചെയ്ത് സമയം മുഴുവനും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി സമയം ചെലവഴിച്ചു. അതൊക്കെ ഈ പിന്നെ സേവനം എന്ന് പറഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പിലിന് മാത്രം പറഞ്ഞ പരിപാടിയൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു വരുന്നത്. നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കാണും, എന്നിട്ട് ഓനൊക്കെ വലിയ സംഭവം തന്നെ കേട്ടോ, ഓനൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ, ജനിക്കുമ്പോൾ ഓനെ പോലൊക്കെ ജനിക്കേണ്ടിയിരുന്നു, നമ്മളൊക്കെ പന്തിന് പറ്റും എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ വിലയിരുത്തുക എന്നതിനപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഇത് എഴുതി കൊടുക്കുകയാണ് ഫിറോസ് കുന്നംപറമ്പിലിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ സങ്കടമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കളെ ദീനിൻ്റെ വഴിയിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുന്നില്ല. എത്ര ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നത്, എന്നിട്ട് അവർ ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവർ പറയുന്നു, അവർ ഇസ്ലാമിൻ്റെ മഹത്വമാണ് പറയുന്നത്, പക്ഷേ ജനങ്ങൾ ഇസ്ലാം ആവാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. വാണിദാസ് ഇളയാവൂർ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഖുർആനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു, ഖുർആനെ ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു. KP രാമനുണ്ണി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശാലമായി വായിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്, നബി തങ്ങൾ എത്ര വലിയ പ്രത്യേകതയുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. അലക്സാണ്ടർ ജേക്കബ് നല്ല പ്രഭാഷകനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ യൂട്യൂബിൽ വരുന്ന സമയത്ത് റമദാനൊക്കെ ആയാൽ സക്കാത്തിൻ്റെ മഹത്വമൊക്കെ നമ്മൾ പഠിക്കുന്നത് അലക്സാണ്ടർ ജേക്കബിൻ്റെ അടുത്ത്. നമ്മുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ദീൻ പഠിക്കണമെങ്കിൽ, മുത്തുനബി തങ്ങളെ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ അലക്സാണ്ടർ ജേക്കബ് വേണം, വാണിദാസ് ഇളയാവൂര് വേണം, KP രാമനുണ്ണി വേണം, കൽപ്പറ്റ നാരായണൻ വേണം. നബി തങ്ങളെക്കുറിച്ചുള്ള ഒരു കവിത, ഒരു നല്ല കവിത നമുക്കൊന്ന് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് കൽപ്പറ്റ നാരായണൻ വേണം. നമ്മുടെ സങ്കടം എത്രയാണ്. നമ്മുടെ മക്കളെ ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് മുത്തുനബി തങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന, വായിച്ചു കൊടുക്കുന്ന, പരിചയപ്പെടുത്തി കൊടുക്കുന്ന മക്കളാക്കി മാറ്റാൻ, അവരെ ദീനിൻ്റെ വഴിയിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്കതിന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ പറയും, എനിക്ക് അങ്ങനെ അയക്കൂടായിരുന്നു, എനിക്ക് ഓനെ കണ്ട് പഠിച്ചൂടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുക എന്നതിനപ്പുറത്ത് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കാനോ സാഹചര്യം ഒരുക്കി കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല. നമുക്കും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സേവന പ്രവർത്തനങ്ങൾ അത് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ ഡിഗ്രി എടുത്ത ഒരാളൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ രീതി കൊണ്ടുമാണ് അദ്ദേഹത്തിന് ഇത്രയും ക്ലച്ച് പിടിക്കുന്നത്. എല്ലാവരും ഫിറോസ് കുന്നംപറമ്പിൽ ആവാൻ വേണ്ടിയിട്ട് നാളെ തന്നെ ഫേസ്ബുക്ക് എടുത്ത് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കഴിയുന്ന സേവനങ്ങളും നമുക്ക് കഴിയുന്ന സഹായങ്ങളും ഒക്കെ ഉണ്ട്. ആ കഴിയുന്ന സേവന പ്രവർത്തനങ്ങളും സഹായവും ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മൾ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് രൂപത്തിലാണോ കഴിയുക ആ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ കാണുന്നതൊക്കെ ഇതൊക്കെ കുറേ ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതല്ലേ. ഇത് കേവലം 4ാം ക്ലാസ്സിൽ സ്കൂൾ പഠിച്ച ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായതാണ്. സ്കൂളിൽ കേവലം 4ാം ക്ലാസ് വരെ ഉസ്താദ് പഠിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിലാണ് ഉസ്താദ് പഠിച്ചത്. മങ്ങാട് AUP സ്കൂളാണ് ഉസ്താദിൻ്റെ പരിസര പ്രദേശം. മൗത്തരിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉസ്താദ് ജനിച്ചത്. എൻ്റെ വീട്ടുപേര് മൗത്തരിയിൽ നിന്നാണ്. അവിടെയാണ് ഉസ്താദ് ജനിച്ചത്. പിന്നീട് തൊട്ടടുത്ത കാലഘട്ടത്തിൽ ഉസ്താദ് കാന്തപുരത്തേക്ക് മാറുകയായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ കാണുന്ന നിങ്ങൾ നോക്കി 150ഓളം ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ ക്യൂൻസ്ലാൻഡിന് വേറെ ഉണ്ട്. ഈ കാണുന്ന സാമ്രാജ്യം മൊത്തം രൂപപ്പെടുത്തിയെടുത്തത് ഡിഗ്രി ഉണ്ടായിട്ടാണ്, PG ഉണ്ടായിട്ടാണ്. അല്ല, ഇത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനോട് കൊടുത്തതാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഉസ്താദിന് കിട്ടിയ അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, മക്കള്, സമ്പത്ത് അത് ഭൗതിക ലോകത്തെ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ്. ഇതാ മാത്തൽ മുസ്ലിമു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ.
ഒരു മുസ്ലിം ഈ ഭൂമി ലോകത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ 3 അമലുകളല്ലാതെ മുഴുവൻ അമലുകളും മുറിഞ്ഞു പോകും, പൊളിഞ്ഞു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ മുറിഞ്ഞു പോകുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലായി ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇൽമുൻ യുൻതഫഉ ബിഹി, നമ്മൾ പഠിച്ച അറിവുണ്ടെങ്കിൽ അത് നമ്മൾ മരിച്ചാലും നമുക്ക് നിലനിൽക്കും. 2 സ്വദഖത്തുൻ ജാരിയായ സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിൽ നിന്ന് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവശേഷിക്കും. അത് കാരണമായി 2 ലോകത്തും നമുക്ക് പ്രതിഫലം ഉണ്ടാവും. 3-മതായി വലതുൻ സ്വാലിഹുൻ യദൂലു, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ കുട്ടി. അങ്ങനെയുള്ളൊരു സ്വാലിഹായ കുട്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് 2 ലോകത്തേക്കുണ്ടാവും. അതാണ് ഉസ്താദിന് കിട്ടിയത്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മക്കളും അങ്ങനെ ആയി മാറണം. നമ്മുടെ മക്കളെ കൊണ്ടും നമുക്ക് 2 ലോകത്തേക്കും വേണം. ഉസ്താദിൻ്റെ മകൻ്റെ വിഷയത്തിൽ പൂർണ്ണമായ സംതൃപ്തിയായിരിക്കും. കാരണം എന്താ, ഉസ്താദ് നടന്ന അതേ വഴിയിൽ ഉസ്താദ് ചെയ്ത കാര്യങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് തന്നെ ദീനിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് വിശാലമായ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്, കൂടെ നിന്നതാണ്, സപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രധാന വിഷയത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം സ്വാഭാവികമായും ഉസ്താദിനുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നമുക്ക് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അതിന് വലിയ ഡിഗ്രികൾ തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. അതേ സമയത്ത് നമുക്കും ചെയ്യാൻ കഴിയും, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ മക്കളെ വരും തലമുറയെ പക്വതയുള്ള തലമുറയാക്കി മാറ്റാൻ അവർക്ക് പ്രധാനമായി നൽകേണ്ടത് വിദ്യാഭ്യാസമാണ്, അറിവാണ്. എങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് അറിവ് നൽകാൻ കഴിയോ അങ്ങനെയൊക്കെ നൽകണം. ഏതൊക്കെ രൂപത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയോ അതൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകിയാൽ നമ്മുടെ വിഷയത്തിൽ എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ഉപ്പ തന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമ്മുടെ മക്കൾക്കുണ്ടാവും. മക്കൾ നമ്മളെ സ്നേഹിക്കുന്നവരാവണം, മക്കൾ നമ്മളെ എപ്പോഴും ഓർക്കുന്നവരാവണം, നമ്മളെ പരിഗണിക്കുന്നവരാവണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടെ പറയുന്നു, നമ്മുടെ 1-മത്തെയും 2-മത്തെയും 3-മത്തെയും നിയ്യത്ത് ദീനിൻ്റെ സേവനമായിരിക്കണം. അത് സംഘടനാ പ്രവർത്തനമാണെങ്കിൽ അത് ദീനിൻ്റെ സേവനമാണ്. അതേപോലെ തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങളൊക്കെ ദീനിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഏതു നിലക്കായാലും ഒരാളോട് ഒരു മീറ്റിങ്ങിന് വരാൻ പറയുകയാണെങ്കിൽ, ഒരാളോട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇനി അതല്ല ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റേതെങ്കിലും രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല നീയത്തോടു കൂടി വേണം അത് ചെയ്യാൻ. ആളുകൾ കാണട്ടെ, അല്ലെങ്കിൽ SKSSFൻ്റെ ആളുകൾ ഇവിടെ സജീവമാണ്, അതുകൊണ്ട് ഞാൻ SSFന് ഇത് ചെയ്യട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തിന് ഇത് ചെയ്യട്ടെ, അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. ദീനിന് വേണ്ടിയാണ്, ദീൻ ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് മാത്തുക്കളൊക്കെ സേവനം ചെയ്തത്. അതേപോലെ എനിക്ക് സേവനം ചെയ്യാൻ കഴിയണം. എൻ്റെ സേവനം ഇല്ലെങ്കിലും സംഘടനയുടെ നിലക്കൂലേ? നമ്മളെ സേവനം ഇല്ലെങ്കിൽ സംഘടനയുടെ നിലക്കാണ്ടായി പോവോ? നമ്മൾ നോക്കി 6 ആളുകൾ ഇറങ്ങിപ്പോകുന്നിടത്തു നിന്നാണ് ഈ സംഘടന ഈ കാണുന്ന രൂപത്തിലൊക്കെ വളരെ സമ്പന്നമായ ഒരു സംഘടനയായി മാറിയത്. ഇന്ന് സംഘടനയ്ക്ക് വ്യത്യസ്തമായ കീഴ്ഘടകങ്ങളുണ്ട്, അതേപോലെ തന്നെ സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ചാനലുകളുണ്ട്, എല്ലാ നിലക്കുള്ള ഫെസിലിറ്റി ഇന്ന് സംഘടനയ്ക്കുണ്ട്. വെറും 6 ആൾ ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ടായ ആ ഒരു അവസ്ഥയൊന്നല്ല ഇന്ന് സംഘടനയ്ക്കുള്ളത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇത്ര വലിയ ഒരു പവറുള്ള രൂപത്തിലേക്ക്, പക്വമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ന് ഈ സംഘടനയും ഈ പ്രസ്ഥാനവും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുണ്ടോ? ദീനിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യമില്ല. എന്നാണ് നമ്മുടെ ആവശ്യമുണ്ട്. താനും എങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സംഘടനയ്ക്ക് ചെയ്യുമ്പോൾ നേട്ടം കിട്ടുന്ന ആർക്കാണ്? സംഘടനയ്ക്ക് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് സംഘടനയെ കൊണ്ടും നേട്ടമുണ്ട്, സംഘടനയ്ക്ക് നമ്മളെ കൊണ്ടും നേട്ടമുണ്ട്. നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു, പക്ഷേ നമ്മളെന്തെങ്കിലും ചെയ്താൽ സംഘടനയ്ക്ക് നേട്ടമാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് നമുക്കും നേട്ടമാണ്. സംഘടന നമ്മുടെ അഡ്രസ്സാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ SSFകാരനാണ് എന്നുള്ളത്, SYSകാരനാണ് എന്നുള്ളത്, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാവാണ് എന്നുള്ളത് നമുക്കൊരു അഡ്രസ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അഡ്രസ്സ് ഞാൻ ഷെയ്ഖുനയുടെ അടുത്ത് പഠിച്ചു എന്നുള്ളതും അവിടുത്തെ ശിഷ്യനായി എന്നുള്ളതുമാണ്. അതേ അഡ്രസ്സാണ് ഉസ്താദിനുള്ളത്. അത് തന്നെയായിരിക്കും ഉസ്താദും പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതേപോലെ തന്നെ പേരോട് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു എന്നുള്ളതാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള വലിയ അഡ്രസ്സ്. അതേപോലെ തന്നെ ഞാൻ ഈ സംഘടനക്കകത്തുള്ള ആളായി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ 4 ആളുകളുടെ മുമ്പിൽ പക്വമായി വളരെ മാന്യമായി കൃത്യമായി സംസാരിക്കുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച സ്ഥാപനവും എന്നെ വളർത്തിയ സംഘടനയുമാണ്. ഏതൊരു സംഘടനയിലാണോ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ആ ഒരു സംഘടനയാണ് എന്നെ ഉയർത്തിയത് എന്ന് ഞാൻ ആരുടെ മുമ്പിലും തുറന്നു പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വരും തലമുറയെ ഇതുപോലെ ഏതൊക്കെ രൂപത്തിലാണോ ഉയർത്തേണ്ടത് ആ രൂപത്തിലൊക്കെ അവരെ ഉയർത്താൻ നമ്മൾ സംഘടനയിൽ നമ്മൾ സജീവാക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ സജീവാക്കണം. ഓന് സൗകര്യമുള്ളത് പോലൊക്കെ നടന്നോട്ടെ, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാത്രം ചെയ്താലും പോരാ. നമ്മുടെ മക്കളെയും നമ്മൾ സജീവമായി സംഘടനക്കകത്ത് നിർത്തണം. അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാതെ നമ്മളിങ്ങനെ നേതാവായി ഇങ്ങനെ നടക്കുക, മക്കളിങ്ങനെ വേറൊരു വഴിക്ക് ഓലോലേതായ നിലക്ക് നടക്കുക, അതിൽ പിന്നെ പരാതി കേൾക്കുകയോ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അവർ സേവനം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് നമ്മളെങ്ങനെയാണോ, നമ്മളാണ് മക്കളുടെ ആദ്യത്തെ റോൾ മോഡൽ. നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മക്കളുണ്ടാകുക. ഇനി എന്നെ കണ്ടുപടി എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. നമ്മൾ സാധാരണ ഇനി എന്നെ കണ്ടു പഠിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് തോൽവിയോ ആയിക്കോ, സാധാരണ ചില രക്ഷിതാക്കളൊക്കെ അങ്ങനെ പറയാം. അങ്ങനെ ഒരിക്കലും ആവരുത്. നീ എന്നെ കണ്ടുപടി, എന്നെപ്പോലെ ആയിക്കോ എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ, നമ്മൾ ഏതൊരു പരിപാടിയിലേക്കാണോ പോകുന്നത് ആ പരിപാടിയിലേക്ക് നമ്മുടെ മക്കളെയും കൈകൂട്ടി കൊണ്ടുപോകണം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ടുനടക്കുകയോ നമ്മൾ അവരെ പരിഗണിക്കുകയോ വേണ്ടതുപോലെ പരിപാലിക്കുകയോ ഒന്നും ചെയ്യാതെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്കോ തങ്ങന്മാരുടെ അടുത്തേക്കോ പോയി പരാതിയായിരിക്കും. തങ്ങളെ എന്തെന്ന് അറിയില്ല, ഒരു സംഗതിയും പറഞ്ഞോ കേൾക്കുന്നില്ല, കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് തന്നെ, പറഞ്ഞനുസരിക്കുന്നേ അല്ല, മൊത്തം കച്ചറയാണ് അല്ലെങ്കിൽ പിന്നെ വിളവാണ്. ഞങ്ങളുടെ നാട്ടിലെ ചില നാടൻ പ്രയോഗങ്ങളാണ്. പിന്നെ തീരെ പറഞ്ഞതനുസരിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആക്കിത്തരി എന്നാ പറയുക. എന്തെങ്കിലും ഒന്ന് ആക്കിത്തരാൻ ഇതെന്തോ മെഷീൻ അങ്ങനെ കിടന്നു സാധനം നന്നാക്കാനല്ലല്ലോ. കുട്ടികളല്ലേ, കുട്ടികളാകുമ്പോൾ നമ്മൾ നേരത്തെ അതിനനുസരിച്ച് നമ്മൾ അവരെ വളർത്തി കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട് കുട്ടികൾ പള്ളിയിൽ പോകുന്നില്ല പരാതി അറിയും. രക്ഷിതാവ് രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുന്നുണ്ടാവും, മേ ബി ചിലർ. അപ്പോൾ മക്കളോ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടാവും. നേരത്തെ, അതായത് 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 4-5 വയസ്സ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ കുട്ടിയുടെ ഫ്രണ്ടാണെങ്കിൽ അപ്പോൾ ആ കുട്ടിയെയും കൂട്ടി അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെ കുട്ടിക്ക് അത് മടി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടി നമ്മളോട് ഇത് ചർച്ച ചെയ്യും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കൊലായിക്കൂടെ വരുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും, അടുക്കളയിൽ കൂടി പായുന്നുണ്ടാവും, ഭീകരജീവി വരുന്നെന്നും പറഞ്ഞ്. അങ്ങനെയാണ് രക്ഷിതാക്കളെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ രക്ഷിതാക്കളാണെങ്കിൽ പിന്നെ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത്, നമുക്ക് 2 ലോകത്തേക്കും ഉപകരിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറണം. അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം? നേരത്തെ ആലോചിച്ച്, നേരത്തെ ചിന്തിച്ച്, പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങനെ നമ്മുടെ മക്കളെ ദീനിൻ്റെ വഴിയിൽ തന്നെ നമ്മുടെ കൂടെ നടത്തി മക്കളെ ഒരു ഫ്രണ്ടായി നമ്മളൊരു എപ്പോഴും ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ വിശാലമായി സംസാരിക്കേണ്ടതാണ്. ഞാൻ അതിലേക്ക് അടുക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഫ്രണ്ടിനോട് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ നമ്മൾ മക്കളോട് പെരുമാറും. കാരണം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശാലമായി ഇത് പറയുന്നതിൻ്റെ ഇടയിലുള്ള ഒരൊറ്റ കാര്യം പറയാണ്, നിൻ്റെ കുട്ടിയുടെ 2ാമത്തെ 7 വയസ്സിൽ, ആദ്യത്തെ 7 വയസ്സും 3ാമത്തെ 7 വയസ്സൊക്കെ ഗസാലി ഇമാം ചർച്ച ചെയ്യുന്നുണ്ട്. 2ാമത്തെ 7 വയസ്സിൽ നീ അവനെ അദബ് പഠിപ്പിക്കുക. അതാണ് അദബ് പഠിപ്പിക്കേണ്ട സമയം. നമ്മൾ അദബ് പഠിപ്പിക്കാൻ നിൽക്കുക 1ാമത്തെ 7 വയസ്സിലായിരിക്കും. ഏറ്റവും കൂടുതൽ അടിക്കുക 1ാമത്തെ 7 വയസ്സിലായിരിക്കും. ചെയ്യാൻ പാടില്ലാത്ത സമയമാണ്. അതേപോലെ തന്നെ ചില രക്ഷിതാക്കളുണ്ട് തെറി വിളിക്കുക, അല്ലെങ്കിൽ മറ്റു ചിലരെ തെറി വിളിക്കും. നമ്മുടെ മക്കൾ അതിങ്ങനെ കേൾക്കും. എന്നിട്ട് പിന്നെ ടീച്ചർമാർ നമ്മളോട് പരാതി അറിയും, എന്ത് കുട്ടി സ്കൂളിൽ നിന്ന് തെറി വിളിക്കുന്നുണ്ടല്ലോ. 2ാമത്തെ 7 വയസ്സിലാണ് അദബ് പഠിപ്പിക്കേണ്ടത്. 3ാമത്തെ 7 വയസ്സിൽ ഗസാലി ഇമാം തങ്ങൾ പറയുന്നുണ്ട്, നിൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനായി നീ ജീവിച്ചോ. ഇഹിയയിൽ കാണാം, നിൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ടായി നീ ജീവിച്ചോ. അങ്ങനെ നീ ജീവിച്ചാൽ പിന്നെ നീ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു. നമുക്ക് ധൈര്യമല്ല നമ്മുടെ മക്കൾ ഒരു 20 വയസ്സായാൽ ഓനെ സ്വതന്ത്രമായി വിടാൻ, അല്ലെങ്കിൽ മോളെ സ്വതന്ത്രമായി വിടാൻ, ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കാൻ നമുക്ക് ധൈര്യമല്ല. കാരണം എന്താ, അതിൻ്റെ മുമ്പത്തെ കാലയളവിൽ നമുക്കൊരു വിശ്വാസം കിട്ടിയിട്ടില്ല മക്കളെ എത്തുന്നത്. ഓല് പോയാൽ ഓല് സ്വന്തമായി പഠിക്കുകയോ വേറെ എന്തിലെങ്കിലും ചെന്ന് ചാടുകയോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അവരോട് ഓപ്പണായി ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലേ? അതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ ചിന്തിക്കണം.
അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്തെ 7 വയസ്സിൽ അദബ് പഠിപ്പിക്കുക, മൂന്നാമത്തെ 7 വയസ്സിൽ മക്കളെ കൂട്ടുകാരായി ജീവിക്കുക. ആ ഫ്രണ്ടാണ് എന്ന് ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ ആ വിഷയത്തിലൊക്കെ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും, നമ്മുടെ മക്കളും സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ആ നിലയ്ക്ക് നമ്മൾ മക്കളെ വളർത്തണം, മക്കളെ സംഘടനയിലേക്കും ദീനിൻ്റെ സേവന പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരണം. രണ്ട് ലോകത്തേക്കും നമുക്ക് ഉപകരിക്കുന്ന ഒരു അസറ്റായി നമ്മുടെ മക്കളുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ആക്കി തരുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വായിക്കാൻ, അവിടുത്തെക്കുറിച്ച് കേൾക്കാൻ, അവിടുത്തെക്കുറിച്ച് പഠിക്കാൻ, അവിടുത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കിയെടുക്കണം. നമ്മളും അതിന് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ അതിനൊക്കെ പറ്റുമോ എന്നൊന്നും ചിന്തിക്കരുത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മായിയായിട്ട്, അതായത് ഭാര്യയുടെ ഉമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെ ഉമ്മ എന്നോട് പറയാണ്, അവരുടെ ഭർത്താവിൻ്റെ വലിയുമ്മ, അതായത് എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ വലിയുമ്മ, അവരെന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ മോളെ അലിയാർ തങ്ങളെങ്ങനെ അതിനൊന്നറിയോ, ഓലാകെ പറയാതാ, ഓല ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, മുത്തുനബി അന്നെന്താ ചെയ്തതെന്നറിയോ, ഓലെ ചർച്ച തന്നെ അതാണ്, അതിനപ്പുറത്തേക്കൊന്നും ഓൽക്ക് ചർച്ചയില്ല. മുത്തുനബി തങ്ങൾ എന്ത് ചെയ്തു, മുത്തുനബി തങ്ങൾ എങ്ങനെ ജീവിച്ചു, മുത്തുനബി തങ്ങൾ എന്തൊക്കെ കാണിച്ചു തന്നു, അതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് മക്കളോട് ചർച്ച ചെയ്യുക, അതാണ് കുടുംബത്തിൽ ചർച്ച ചെയ്യുക. അലിയാർ തങ്ങൾ എങ്ങനെയാണ് ജീവിച്ച്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്തറിയോ, ഇതൊക്കെയായിരുന്നു അത്ര അവർ ചോദിക്കാറുള്ളത്. ഒരു ഉമ്മയുടെ കഥയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്താ, മരിക്കാനായില്ലേ, ഇനിയിപ്പോൾ കുറേ കാലമുണ്ടോ, ഇങ്ങനെയൊക്കെ അല്ലേ ജീവിച്ച്, ഇനിയിപ്പോൾ കുറേ ഇങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചു പോവുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും അങ്ങനെ ആവരുത്. ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്. നമുക്ക് യൂട്യൂബിനെ വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. മുത്തുനബി തങ്ങളെ പഠിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് മുത്തുനബി തങ്ങളെ വിശാലമായി ഒന്നറിയാൻ വാണിദാസ് അളയാവൂര്, അലക്സാണ്ടർ ജേക്കബ്, KP രാമനുണ്ണി, കൽപ്പറ്റ നാരായണൻ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിമായ ആളുകൾ. അവർ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ, തങ്ങളെക്കുറിച്ച് കേൾക്കാൻ, തങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ മുത്തുനബി തങ്ങളുടെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ റിസർച്ച് നടത്താൻ, തങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും റിസർച്ച് നടത്തുക. 5 വർഷം അതിനെക്കുറിച്ച് പഠിക്കാൻ സമയം ചെലവഴിക്കുക. നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ആരാണ്? നമ്മൾ മുത്തുനബി തങ്ങളുടെ ഉമ്മത്താണ്. നമുക്ക് കഴിയുന്നില്ല. അവർക്കെന്താ, അവരുടെ സമയം. പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് എ ബെസ്റ്റ് മെസ്സഞ്ചർ, ബെസ്റ്റ് പേഴ്സൺ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയൂ. എന്നിട്ട് ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അതുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്നു, മുത്തുനബി തങ്ങളുടെ പഠനം നടത്താൻ ശ്രമിക്കുന്നു. നമുക്കിതൊക്കെ അറിയാം. നമ്മളിങ്ങനെ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു നേതാവില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു ഒരു വിഷയത്തിലും മാതൃകയാക്കാൻ ഒരാളുമില്ല. എന്നാൽ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് മുത്തുനബി തങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ കഴിയുന്നു, നമുക്ക് കേൾക്കാൻ കഴിയുന്നു, നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നു, നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ നമുക്ക് മടിയാണ്. ഓനിപ്പോൾ വലിയൊരു ഇൽമേറിന്, ഓനിപ്പോൾ വലിയൊരു ചർച്ച ചെയ്യുന്നു, നമ്മളങ്ങനെയാണ് പറയുക. നമ്മൾ ചോദിക്കുന്നില്ല ആരോടെങ്കിലും. ഇപ്പോൾ ഉസ്താദ് ഉണ്ടാവും നാട്ടിൽ, ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കുക, തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുക, അതിലൊരാനന്ദം കണ്ടെത്തുക. നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവേണ്ടത് എന്താ? മുത്തുനബി തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും മുത്തുനബി തങ്ങളെ പറയുമ്പോഴാണ്. നമുക്ക് കഴിയുന്നില്ല, നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നില്ല. എന്താ കാരണം? തങ്ങളെങ്ങോട്ട് സ്നേഹം വന്നിട്ടില്ല, നമുക്ക് ആ കണക്ഷൻ ഉണ്ടായിട്ടില്ല. തങ്ങളും നമ്മളും എന്നുള്ള ഒരു കണക്ഷൻ രൂപപ്പെട്ടിട്ടില്ല പലർക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. തങ്ങൾ എൻ്റെ ജീവിതം നിർണ്ണയിക്കണം, എനിക്കെന്തും തങ്ങളാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ തങ്ങളോടും തങ്ങൾ നമ്മളോടൊക്കെ ആവുന്ന ഒരവസ്ഥ, അതൊരു വലിയ തലമാണ്. അതിന് നമ്മൾ സമയം ചെലവഴിക്കണം. എല്ലാ സമയത്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ എല്ലാത്തിലും ഒരു നിയ്യത്ത് രൂപപ്പെടുത്തണം. നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് ചെയ്യുന്നു, തങ്ങൾ പറഞ്ഞിട്ടാണ്, തങ്ങളെ സുന്നത്താണ്. ആ ഒരു ബോധം നമുക്ക് വേണം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തങ്ങളെ കേൾക്കുന്നു. എന്നിട്ട് നമ്മൾ തങ്ങളെ കേട്ടത് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഭാര്യയോട് ഇത് നോക്കാൻ പറയുന്നു, ഭാര്യയെ കേൾപ്പിക്കുന്നു. ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. പ്രതിഫലം എന്നതിനപ്പുറം നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച് ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ കുറേയായി ഇന്ന് ചർച്ചത് കൊണ്ട് ഞാനിനി വെയിലുമുണ്ട്, അതേപോലെ തന്നെ ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തുവരികയാണെങ്കിൽ റസൂൽ ഉന്നതിയിൽ പറയും ഹുസൂർ ഉന്മയുറങ്ങും
റബ്ബിൻ വിധിയാളിന്റെ സോൾ പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂഹുല്ലബീനും നടന്നു പ്രവാചകരേ ലോകമാകെ പുണർന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂഹുല്ലബീനും നടന്നു നിലാവൊത്ത മുഞ്ചാണേ മധുമതി ചേലാണേ നിശാഗന്ധി തോൽക്കുന്ന മധുമതി രംഗാണേ